വെൽക്കം ടു ഓൾ ഓഫ് യു. നമ്മുടെ മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അടുത്തായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോൺസ്റ്റൻറ്റ് മെഷും സിങ്ക്രോ മെഷും ആണ്. ഇപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗിയർ സെലക്ടർ ആൻഡ് ഷിഫ്റ്റിംഗ് മെക്കാനിസം, പിന്നെ ടൂ വീലർ ട്രാൻസ്മിഷൻ, അതിനകത്ത് ചെയിൻ ഡ്രൈവ്, ഗിയർ ഡ്രൈവ്, ഇത്രയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഫസ്റ്റ് നമ്മൾ ഗിയർ സെലക്ടർ ആൻഡ് ഷിഫ്റ്റിംഗ് മെക്കാനിസം. അപ്പോൾ എന്താണ് ഗിയർ സെലക്ടർ, ഷിഫ്റ്റിംഗ് മെക്കാനിസം എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മളന്ന് പഠിച്ചായിരുന്നു, നമ്മളൊരു ഗിയർ ബോക്സിൽ സാധാരണ ഗിയർ ലിവറിൻ്റെ മേലിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എച്ച് പാറ്റേൺ കൊടുത്തിട്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ഇത് 1 2 3 4 5, ഇത് റിവേഴ്സ്. ചില വണ്ടികളിലാണെങ്കിൽ ഫിഫ്ത്തും കൂടെ ഉള്ളതാണ്, 6 ഗിയറുള്ള വണ്ടിയിലാണെങ്കിൽ ചിലതിൽ ഇങ്ങനെയും കാണും. 1 2 3 4 5 6. ചില റിവേഴ്സ് ഇവിടെ ആയിരിക്കും, ചിലതിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടായിരിക്കും റിവേഴ്സ്. ഡിപ്പെൻസ്. ഇപ്പോൾ ഹുണ്ടായിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന റിവേഴ്സ് ഇടാൻ നേരത്ത് സാധാരണ ഫസ്റ്റ് ഇടുന്ന പോലെ നേരെ അങ്ങ് ഇട്ടാൽ വീഴത്തില്ല, ഒന്നിൽ ലിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പുഷ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും. അത് സേഫ്റ്റി ഫീച്ചറാണത്. ഇതിനകത്ത് ഗിയർ സെലക്ടർ മെക്കാനിസം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഗിയർ ബോക്സ് ആണെങ്കിൽ ഗിയർ ബോക്സിൻ്റെ മേലിലായിരിക്കും നമ്മുടെ മിക്ക വണ്ടികളിലും ഇങ്ങനെ ആയിരിക്കും, ഗിയർ ബോക്സിൻ്റെ മേലിലായിരിക്കും നമ്മുടെ ഗിയർ ലിവർ ഉണ്ടാവുക. അപ്പോൾ ഈ ഗിയർ ലിവർ നോക്കിക്കഴിഞ്ഞാൽ ഇതിവിടെ പിവോട്ടഡ് ആണ്. ഇതിൻ്റെ ഇവിടെ സെൻറ്ററിൽ ഒരു പിവോട്ട് ചെയ്തിരിക്കുമായിരിക്കും. ഇവിടെ ഇങ്ങനെ ഒരു പോർഷൻ കാണുവാൻ. ഇതിങ്ങനെ ഒരു പോർഷൻ ആണെങ്കിലും നമ്മളിതിനെ ടോപ്പ് വ്യൂ ആയിട്ട് നോക്കിയാൽ, നമ്മൾ മേലെ കൂടെ നോക്കിയാൽ, ടോപ്പിൽ കൂടെ നോക്കിയാൽ 1 2 3, അതായത് നിങ്ങളിങ്ങനെ മനസ്സിലാക്കണം. അതായത് ഇതിപ്പോൾ ഗിയർ ലിവർ ആണെന്ന് വിചാരിക്കുക, ഇങ്ങനെ ആക്കൂലേ, നമ്മൾ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കിയ ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഈ നമ്മുടെ പുറത്ത് കാണുന്ന പോർഷൻ ഇങ്ങോട്ട് വന്നാൽ ഇതിൻ്റെ താഴെയുള്ള പോർഷൻ, അത് പിവോട്ടിൻ്റെ താഴെയുള്ള പോർഷൻ ഇങ്ങോട്ട് വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇവിടെ ഇരിക്കുന്ന ഗിയറിനെ നിങ്ങൾ ഇങ്ങനെ ആക്കിയാൽ ഇതിപ്പോൾ എ, ഇത് ബി, ഇത് സി, ഇത് 3 റോഡുകളായിരിക്കും. ഓക്കെ, ഇതൊരു റോഡ്, ഇതൊരു റോഡ്, ഇതൊരു റോഡ്. നിങ്ങളിതിനെ, ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ലിഫ്റ്റ് ചെയ്താൽ ഇതിൻ്റെ നമുക്ക് പുറത്ത് കാണുന്ന ഭാഗം നമ്മൾ ഇങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്തോട്ടുള്ള പോർഷൻ തിരിച്ച് അങ്ങോട്ട് പോകും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഗിയർ ബോക്സിനെ ഇങ്ങനെ നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ എ എന്ന് പറയുന്ന ഈ റോഡിനെ നിങ്ങൾക്ക് ഫ്രണ്ടിലോട്ടും അല്ലെങ്കിൽ ബാക്കിലോട്ടും കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇടുവാണ്, ഇങ്ങനെ നിങ്ങൾ ലിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം ഈ ഏറ്റവും ഇങ്ങനെ അറ്റത്ത് റൈറ്റ് സൈഡ് ഇരിക്കുന്ന ആ റോഡിനെ നിങ്ങൾ ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ മൂവ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനെ നിങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ ഇടുമ്പം വെളിയിൽ നിന്ന് കാണുമ്പോൾ ഫ്രണ്ടിലോട്ടാണ് നമ്മൾ മൂവ് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് ആ ഷാഫ്റ്റ് ബാക്കിലോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്താൽ ഫസ്റ്റ് വീഴും, ഇതിങ്ങനെ മൂവ് ചെയ്താൽ സെക്കൻഡ് വീഴും. ഓക്കെ, ഇനി നിങ്ങളതിനെ ഫ്രീ ആയിട്ട് ഗിയർ ലിവറിനെ ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് വിട്ടിട്ട് ഫ്രണ്ടിലോട്ടാക്കിയാൽ തേർഡാണ്. അത് ഫ്രീ ആയിട്ട് വിടുക എന്ന് പറഞ്ഞാൽ പിന്നെ ഈ ബി എന്ന് പറഞ്ഞ ഈ റോഡായിരിക്കും അവിടെ ആക്ടിവേറ്റ് ആകുന്നത്. ആ റോഡ് മേലോട്ട് ഇങ്ങനെ, അതായത് നമ്മൾ ഫ്രണ്ടിലോട്ടാക്കുക, അതിൻ്റെ ഉൾ പോർഷൻ, ഇൻസൈഡ് പോർഷൻ താഴെ ബാക്കിലോട്ടായിരിക്കും പോകുന്നത്. ഇത് 3 4. ഇനി നിങ്ങൾ അടുത്ത ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് 5th 6th അല്ലെങ്കിൽ റിവേഴ്സ്. അപ്പോൾ അത് ഈ സി എന്ന് പറഞ്ഞ റോഡിനെ ആയിരിക്കും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത്. അതായത് 5th റിവേഴ്സോ 6th. ഓക്കെ, 6th കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളവിടെ ഇരുന്ന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നമ്മളൊരു റോഡിനെ, ഒരു ഗിയർ ലിവറിനെ ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ ഗിയർ ബോക്സിനകത്ത് ഇത്രയും സംഭവങ്ങൾ നടക്കുന്നുവെങ്കിൽ ആ മെക്കാനിസമാണ് നമ്മളീ പറഞ്ഞ ഗിയർ സെലക്ടറിന് ഷിഫ്റ്റിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ള വാഹനങ്ങൾ എല്ലാത്തിലും പ്ലാറ്റ്ഫോം ഗിയറാണ്, ഇവിടെയാണ് ഗിയർ വരുന്നത്, ഗിയർ ലിവർ. അപ്പോൾ പണ്ടത്തെ നിങ്ങൾ പഴയ അംബാസഡറോ പഴയ ഫിയറ്റ്, അതായത് പത്മിനിയൊക്കെ ഓടിച്ചിട്ടുള്ളവരാണെങ്കിൽ നമുക്കറിയാം, ഇത് സ്റ്റിയറിങ്, അതിൽ തന്നെ കോളം ഷിഫ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. ഗിയർ ലിവർ ഇങ്ങനെയായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് മേലോട്ട ഫസ്റ്റ്, താഴോട്ട് ഇങ്ങനെ അതേ കണക്ക് താഴോട്ട് സെക്കൻഡ്, പിന്നെ തേർഡ്, 4th. റിവേഴ്സ് ആണെങ്കിൽ ഏറ്റവും താഴോട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ റിവേഴ്സ്. പിന്നെ നമ്മൾ നോക്കിയാൽ ഇപ്പോഴുള്ള വാഹനങ്ങൾക്ക്, ഇപ്പം നമ്മൾ ഈ റെയർ വീൽ ഡ്രൈവ് വെഹിക്കിൾ നിങ്ങൾ നോക്കിയാൽ, ഇപ്പം ഇന്നോവ എടുത്താലും അല്ലെങ്കിൽ നമ്മുടെ സ്കോർപ്പിയോ എടുത്താലും തവേര, അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നോക്കിയാൽ
നമ്മൾ ഡ്രൈവർ ഇവിടെ ഇരിക്കുവാണെങ്കിൽ ഏകദേശം ഇവിടെ ഈ ഭാഗത്തായിരിക്കും എഞ്ചിൻ ഇരിക്കുന്നത്, അതിൻ്റെ ബാക്കിൽ ക്ലച്ച്, ഗിയർ ബോക്സ് ഏകദേശം നമ്മളിരിക്കുന്നതിൻ്റെ അവിടെ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ഗിയർ ലിവർ വരുന്നത് ഗിയർ ബോക്സിൻ്റെ ടോപ്പിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഈ എന്താണ് കണക്ഷൻസ് ഒന്നുമില്ല. ഐ മീൻ ഡയറക്റ്റ് അതിൻ്റെ മേല് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഒരുപാട് പ്ലേ വരികയോ ഗിയർ ഇടാൻ പ്രയാസമൊന്നും വരത്തില്ല. പക്ഷേ പഴയ നമ്മുടെ കോളം ഷിഫ്റ്റിലാണെങ്കിൽ സംഭവം ഗിയർ ബോക്സ് ഇരിക്കുന്ന അവിടെ തന്നെ ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഒരുപാട് ലിവറുകളോ അല്ലെങ്കിൽ റോഡുകളോ അല്ലെങ്കിൽ കേബിളുകളോ ഒക്കെ വെച്ചിട്ടാണ് നമ്മളിതിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഓക്കെ, അതിനകത്ത് പിന്നെ ടങ് എന്നൊക്കെ പറഞ്ഞ കുറേ ഇൻറ്റേർണൽ കമ്പോണൻസും ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും രീതിയിലുള്ള ബാക്ക്ലാഷോ പ്ലേയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് വിചാരിക്കുന്ന പോലെ ഗിയർ വീഴത്തില്ല. ചിലപ്പോൾ ഭയങ്കര ഗിയറിലൂടെ ഭയങ്കര പ്ലേ ഉണ്ടാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഏറ്റവും സേഫായിട്ട് അല്ലെങ്കിൽ ഏറ്റവും എന്താണ് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് ഡയറക്റ്റ് ഗിയർ ലിവറിൻ്റെ മേലിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ റിമോട്ട് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അതായത് നമ്മൾ ഗിയർ ബോക്സ് ഇപ്പം നമ്മൾ ഇതായിരുന്നു നമ്മുടെ ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾ നിങ്ങൾ നോക്കിയാൽ, ഇപ്പം മാരുതിയുടെ 800 ഓൾട്ടോ ഒക്കെ ആണെങ്കിൽ ഗിയർ ബോക്സ് ഇരിക്കുന്നത് അങ്ങ് ഫ്രണ്ടിലാണ്, പക്ഷേ ഗിയർ ലിവർ ഇവിടെയാണ്. അപ്പം അവിടെ നിന്ന് നമ്മുടെ എന്തായിരുന്നു കേബിൾസ് ഇവിടം വരെ വരണം. അതൊരു റിമോട്ട് ഓപ്പറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം ഗിയർ അവിടം വരെ ഇതിൻ്റെ ലിങ്കേജസ് നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ഗിയർ ബോക്സിൻ്റെ മേലിൽ ഷിഫ്റ്റിംഗ് ലിവർ വരുന്ന ടൈപ്പാണ്. ഓക്കെ, അപ്പം പിന്നെ അതുമല്ലാതെ നമ്മൾ 2 വീലറിൽ വരുന്ന ട്രാൻസ്മിഷൻ, അതായത് ഗിയർ ഡ്രൈവ് പിന്നെ ചെയിൻ ഡ്രൈവ്, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, ശരി. ഗിയർ ഷിഫ്റ്റിംഗ് ആൻഡ് സെലക്ടർ മെക്കാനിസം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. മെക്കാനിസം യൂസ്ഡ് ടു സെലക്ട് എ ഡിസൈഡ് ഗിയർ ആൻഡ് സ്ലൈഡ് ഇറ്റ് ടു എൻഗേജ്മെൻറ്റ് വിത്ത് ദ കറസ്പോണ്ടിങ് ഗിയർ ഓൺ ദ ലേ ഷാഫ്റ്റ്. നമ്മൾ ആ ഏത് ഗിയറിനെയാണോ നമ്മൾ എൻഗേജ് ചെയ്യിക്കേണ്ടത്, ആ എൻഗേജ് ചെയ്യിക്കണമെങ്കിൽ ഡ്രൈവർ ഇരിക്കുന്നിടത്തിൽ നിന്ന് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയണം. ആ സിസ്റ്റമാണ് നമ്മൾ ഈ പറയുന്ന മെക്കാനിസം. ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 2 ടൈപ്സ് ബേസ്ഡ് ഓൺ ദ ഗിയർ ഷിഫ്റ്റ് ലിവർ മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ ഗിയർ ഷിഫ്റ്റ് മൗണ്ട് ചെയ്യുന്നതനുസരിച്ച് ഇതിനെ രണ്ടായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അതിൻ്റെ മേലിൽ തന്നെ, ഏത് ഗിയർ ബോക്സിൻ്റെ മേലിൽ തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ സ്കോർപ്പിയോയിലും അല്ലെങ്കിൽ ഇന്നോവയിലും തവേരിലൊക്കെ വരുന്ന മോഡൽ, അതാണ് ഫസ്റ്റ്. മൗണ്ടഡ് ഓൺ ടോപ്പ് ഓഫ് ദ ട്രാൻസ്മിഷൻ കേസ്. ട്രാൻസ്മിഷൻ കേസ് എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ കേസിൻ്റെ മേലിൽ തന്നെ ഇരിപ്പുണ്ട് ഗിയർ ലിവർ. അടുത്ത മൗണ്ടഡ് ഓൺ ദ സ്റ്റിയറിംഗ് കോളം. സ്റ്റിയറിംഗ് കോളം ഗിയറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ പഴയ അംബാസഡറിലും അല്ലെങ്കിൽ പഴയ ഫിയറ്റിലും പിന്നെ എനിക്ക് തോന്നുന്നു നിസാൻ്റെ ഒരു ടെമ്പോ ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം പണ്ട്, അതിലൊക്കെ അങ്ങനത്തെ സിസ്റ്റമായിരുന്നു. വൈൽ എക്സ്റ്റേണൽ, അപ്പോൾ ഇതിൻ്റെ ഈ നമ്മളെ ഈ കണക്ഷൻസും കാര്യങ്ങളൊക്കെ വ്യത്യാസമാണെങ്കിലും ഇതിൻ്റെ ഇൻറ്റേർണൽ വർക്കിംഗ് കാര്യങ്ങളെല്ലാം സെയിം തന്നെ ആയിരിക്കും. അതാണ് ഈ പറഞ്ഞേക്കുന്നത്. External linkages are different between the two. The internal mechanism remains similar. അകത്തുള്ള മെക്കാനിസത്തിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. വെളിയിലുള്ള നമ്മുടെ എന്താണ് ഈ ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിലപ്പോൾ കേബിള് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിന് വ്യത്യാസം വരത്തുള്ളൂ എന്നുള്ളതാണ്. ഇനി ഗിയർ ഷിഫ്റ്റിംഗ് ആൻഡ് സെലക്ടർ മെക്കാനിസത്തിൽ അടുത്തത് ട്രാൻസ്മിഷൻ കേസ് മൗണ്ടഡ്. ട്രാൻസ്മിഷൻ കേസ് മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പറഞ്ഞ ഡയറക്റ്റ് ഗിയർ ബോക്സിൻ്റെ മേലിലാണ് ഗിയർ ലിവർ വരുന്ന ടൈപ്പ് ആണെങ്കിൽ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എന്താണ് ഡയറക്റ്റാണ്, വേറെ അധികം ഇതൊന്നും വരത്തില്ല, എന്താണ് അധികം കണക്ഷൻസ് ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് വിശ്വസിക്കാൻ പറ്റും. അതായത് കുറേ നാൾ കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള പ്ലേയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പ്രോപ്പറായിട്ട് ഗിയർ വീഴുന്നതിന് പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല. അതാണ് പറയുന്നത്. ഹയർ എഫിഷ്യൻസി ബിക്കോസ് ആൽമോസ്റ്റ് നോ ലിങ്കേജ് ഇസ് ഇൻവോൾവ്. വേറെ ലിങ്കേജ് ഒന്നുമില്ല, കാര്യം ഒറ്റ ഗിയർ ലിവർ തന്നെയാണ്, അത് തന്നെയാണ് ഗിയർ ബോക്സിനകത്തോട്ട് സെലക്ടറിൻ്റെ യൂണിറ്റിനകത്തോട്ട് പോകുന്നത്. പ്രിഫേർഡ് ആൻഡ് ആൽമോസ്റ്റ് യൂണിവേഴ്സലി യൂസ്ഡ് ടുഡേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്നതെല്ലാം ഈ പറയുന്ന ഗിയർ ബോക്സിൻ്റെ മേലിൽ തന്നെ ഗിയർ ലിവർ വരുന്ന ആ ടൈപ്പ് തന്നെയാണ്. സ്റ്റിയറിംഗ് കോളം മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റിയറിംഗ് വീലിനകത്ത് ആ ഷാഫ്റ്റ് പോകില്ലേ, അത് ഒരു പൈപ്പിനകത്തൂടെയാണ് പോകുന്നത്. അതിനാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. ആ കോളത്തിനകത്തൂടെ തന്നെ ഗിയർ ലിവറിന് വേണ്ടി വേറൊരു റോഡും പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാണ്. പ്രൊവൈഡ് സേവിങ് ഓഫ് സ്പേസ്. അതായത് നമ്മൾ അങ്ങനെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഈ പ്ലാറ്റ്ഫോം ഗിയർ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആ ഫസ്റ്റ് ട്രാൻസ്മിഷൻ കേസിൻ്റെ മേലിൽ മൗണ്ട് ചെയ്തേക്കുന്ന ഗിയർ ലിവർ ആണെങ്കിൽ ഫ്രണ്ടിൽ 2 പേർക്കല്ലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. എന്നുവെച്ചാൽ ഇവിടെ ഒരാൾ ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇതങ്ങനെയല്ല, ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഒരു 3 പേർക്കൊക്കെ ഇരിക്കാം. അതായത് ക്യാബിൻ്റെ സ്പേസ് കളയത്തില്ല. ആര്? നമ്മുടെ സ്റ്റിയറിംഗ് കോളം മൗണ്ടഡ് ആണെങ്കിൽ.
എംപ്ലോയീസ് എ കോംപ്ലിക്കേറ്റഡ് ഓപ്പറേറ്റിംഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലിങ്കേജ് ഒക്കെ ഒരുപാടൊക്കെ വരുന്നത് കൊണ്ട് തന്നെ കുറേ കോംപ്ലിക്കേഷൻസ് ഇതിനകത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഗിയർ വീഴാൻ പ്രയാസം വരിക, അല്ലെങ്കിൽ അതിനകത്ത് പ്ലേ വരിക, അങ്ങനെയുള്ള സംഭവങ്ങൾ. മേക്കിംഗ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ഫോർ ദ ഡ്രൈവർ ടു ഫീൽ ഗിയർ എൻഗേജ്മെൻറ്റ്. അതായത് ഡ്രൈവറിന് കുറച്ചും കൂടെ ഗിയർ എൻഗേജ് ആയെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഒത്തിരി പാടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗിയർ ലിവർ ഓൺ ടോപ്പ് ഓഫ് ദ ഗിയർ ബോക്സ്. ഗിയർ ബോക്സിൻ്റെ മേലിൽ തന്നെയാണ് ഗിയർ ലിവർ ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഈ സാധനമാണ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്. അല്ല, ഇത് ഇത്രയുമാണ് നമ്മുടെ ഗിയർ ബോക്സ്. അപ്പോൾ ഇത് ഗിയർ ബോക്സ് ആണ്. നിങ്ങൾ ഇതെന്താണ് സാധനം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സിങ്ക്രണൈസറും അതിൻ്റെ മേലിലുള്ള നമ്മുടെ ഇതാണ് നമ്മുടെ സെലക്ടിങ് ഫോർക്ക് എന്ന് പറയുന്നത്. സെലക്ടിങ് ഫോർക്ക് ഇതാണ് നമ്മൾ ഇതിനെ ആ സ്ലീവിനെ തള്ളിക്കൊണ്ട് പോകുന്നത്. ആ സ്ലീവാണ് ഈ കാണിച്ചേക്കുന്നത്. സെലക്ടർ ഫോർക്കാണ്, അത് വന്ന് കയറുന്നത് അതിൻ്റെ സ്ലീവിലാണ്. ഇത് സിങ്ക്രണൈസർ യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. ഇത് ഗിയറാണ്. ഇത് നമ്മൾ ഏതോ ഒരു ഗിയർ ഇട്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ നേരത്ത് ഇതാണ്. ഇതിവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിവിടെ ഒരു ബോൾ പോലെ പിവോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിന് ഇവിടം വെച്ച് ഇതിനെ നമ്മൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പം ഇതിൻ്റെ ഈ താഴെ പോർഷൻ ഇങ്ങനെ വരും. മധ്യത്തായി കഴിഞ്ഞാൽ സെൻട്രലിൽ ഇങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ട് പോകും. ഞാൻ പറഞ്ഞ ലോവർ എൻഡ്. അങ്ങനെ ഇത് വർക്കാവും. അതിന് തന്നെ ഇതാണ് നമ്മുടെ സ്പ്രിംഗ് ലോഡഡ് ബാൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അതിനെ അറസ്റ്റ് ചെയ്ത് നിർത്തണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. അതൊരു ഗിയർ നിങ്ങൾ പ്ലേസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഗിയറിൽ തന്നെ അത് നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, വേറെ ഒന്നുമില്ല, ഡയറക്റ്റ് അതിൻ്റെ മേലിൽ തന്നെയാണ്. ഇതിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കവർ കാണും. ഇതിൻ്റെ കവറൊക്കെ എന്തെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ടൊന്നും ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒന്നും കൂടുതൽ പോകരുത്. ഇത്രയാണ് നമ്മുടെ സെലക്ടിങ് മെക്കാനിസം. ഇത് കഴിഞ്ഞിട്ട് നേരെ ഫോർക്ക് നേരെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ സെലക്ടർ ഫോർസ് ഫിറ്റ് ഇൻ ടു ഗ്രൂവ്സ് പ്രൊവൈഡഡ് ഓൺ ദ ഗിയർ ബോക്സസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ആ സ്ലീവിലുള്ള ഗ്രൂവ്സിലോട്ടാണ് ഈ സെലക്ടർ ഫോർക്കുകൾ പോകുന്നത്. നമ്മൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഗിയർ ലിവറിനെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി സെലക്ടർ ഫോർക്കാണ് ഓരോന്നും ഇങ്ങനെ പോയി ഗിയറിനെ എൻഗേജ് ചെയ്യിക്കുന്നത്. ലിവറിൻ്റെ മൂവ്മെൻറ്റ് അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ലിവറിൻ്റെ മൂവ്മെൻറ്റ് ആണ് ഇങ്ങനെയുള്ള ലിവറിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് മൂവ്മെൻറ്റ് അനുസരിച്ച് നിങ്ങൾ ഏത് ഫോർക്കിനെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാമെന്നുള്ളതാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 5 ഗിയറുള്ള വണ്ടിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഫസ്റ്റിനും സെക്കൻഡിനും ഒരു ഫോർക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും ആയിരിക്കും പോകുന്നത്, ഏറ്റവും ഇങ്ങേറ്റത്തുള്ളത്. ഇനി തേർഡിനും ഫോർത്തിനും മധ്യത്തുള്ള ഫോർക്ക് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇനി നിങ്ങൾ ഫിഫ്ത്തിനും സിക്സ്ത്തും ആണെങ്കിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിലുള്ള ഫോർക്ക് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആയിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ട്രാൻസ്വേഴ്സ് ആയിട്ട് ഗിയർ ലിവറിനെ, അതായത് ഇങ്ങനെ നിങ്ങൾ ഗിയർ ലിവറിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആക്ച്വലി സെലക്ട് ചെയ്യുന്നത് ഏത് ഫോർക്കാണ് അല്ലെങ്കിൽ ഏത് റോഡിനെയാണെന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നതാണ് ഈ പറഞ്ഞേക്കുന്നത്. യൂസ് ടു സെലക്ട് സ്പെസിഫിക് ഫോർക്ക് ദാറ്റ് നീഡ്സ് ടു ബി എൻഗേജ്. ഏതൊരു പർട്ടിക്കുലർ ഫോർക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, ഇനി ലോഞ്ചിറ്റ്യൂണൽ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മോഷൻ. അത് സ്ലൈഡ്സ് ദ ചൂസൺ ഫോർക്ക് ആൻഡ് ഗിയർ ടു എൻഗേജ് ദ സെലക്ടഡ് ഗിയർ. അതായത് ഏത് ഗിയറാണ് നിങ്ങളത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത്, അപ്പോൾ നിങ്ങൾ ട്രാൻസ്വേഴ്സ് മൂവ്മെൻ്റ് ആണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ഇവിടെ ഇരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഫോർക്കിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്ത് അപ്പോൾ ഫസ്റ്റ് വീണു എന്ന് പറഞ്ഞാൽ ഈ ഫോർക്ക് ബാക്കിലോട്ടായി അവിടെ എൻഗേജ്മെൻറ്റ് നടന്നതിലേ ഫസ്റ്റ് വീഴത്തുള്ളൂ. ഇനി നിങ്ങളതിന് ഇങ്ങനെ ബാക്കിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ഫോർക്ക് ഫ്രണ്ടിലോട്ട് പോയി സെക്കൻഡിന് മൂവ് ചെയ്യും. അതാണ് പറയുന്നത്. സ്ലൈഡ്സ് ദ ചോസൺ ഫോർക്ക് ആൻഡ് ഗിയർ ടു എൻഗേജ് ദ സെലക്ടഡ് ഗിയർ. പർട്ടിക്കുലർ സെലക്ട് ചെയ്ത ഗിയറിനെ എൻഗേജ് ചെയ്യും. ഗിയർ പൊസിഷൻസ് ആർ മാർക്ക്ഡ് ഡയറക്ട്ലി ഓൺ ദ ഗിയർ നോബ് ഫോർ ഡ്രൈവർ ഗിയർ. ഗിയർ നോബിൻ്റെ മേലിലാണ് നമ്മുടെ ഈ എച്ച് പാറ്റേൺ കൊടുത്തേക്കുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. സ്റ്റാൻഡേർഡ് 5 സ്പീഡ് ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പാറ്റേൺസ് ഇതിലൊക്കെ അങ്ങനെ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5 ഫോർവേഡ് ഗിയർ, ഒരു റിവേഴ്സ് ഗിയറും ഉണ്ട്. അതാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് ഈ പറഞ്ഞേക്കുന്ന പടമാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ കേസ് നോബ്സ് ഫോർ സ്വിച്ചിങ് ബിറ്റ്വീൻ 4x2 ഓർ 4x4 മോഡൽ. ഇപ്പം അത് ട്രാൻസ്ഫർ കേസ് ഉള്ള മോഡൽ, അത് നമ്മൾ 4 വീലും പിടിച്ച് പോകുന്ന വണ്ടികളില്ലേ, പഴയ ജീപ്പ് പോലെയുള്ള അല്ലെങ്കിൽ പജീറോയൊക്കെ പോലെയുള്ള, അതിൽ ഇത് കണക്ക് ഒരു എക്സ്ട്രാ ഒരു ലിവറും കാണും. അപ്പോൾ അത് എൻഗേജ് ചെയ്തിട്ടാണ് നമ്മൾ 4 വീലിനെയും ലോട്ടും ഡ്രൈവ് കൊടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻ്റർലോക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചേക്കുന്നതിൻ്റെ ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഇത് അതിൻ്റെ ടോപ്പ് വ്യൂ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറയാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഗിയർ ലിവറാണ്. ഈ ഗിയർ ലിവർ ഇവിടെ പിവോട്ടഡ് ആണ്. അത് പിവോട്ടഡ് നമുക്ക് പറയാൻ പറ്റില്ല, ഒരു ബോളൻ്റെ കണക്കൊരു സംഭവമായിരിക്കും അത്. അതിൻ്റെ മേൽഭാഗം നിങ്ങൾ ഇങ്ങനെ മൂവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇവിടെ ഒരു ബോളൻ്റ് കാണും, അത് ഇങ്ങനെ പോകും. ഇതിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാൻ പറ്റും. എന്നാണ് ഇങ്ങനെ നിൽക്കുവാണ് ഗിയർ ലിവർ. അപ്പോൾ ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇതിന് ഞാൻ ബാക്കിലോട്ടാക്കുന്നു, ഫ്രണ്ടിലോട്ടാക്കും. 3rd 4th നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ അന്നേരം ഈ ആക്ടിവേറ്റ് ആവുന്നത് ഈ ഒരു ഒറ്റ റോഡിനെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും സെൻറ്ററിൽ നിൽക്കുമ്പോൾ. ഞാൻ പറഞ്ഞത് ഗിയർ ലിവർ നിങ്ങൾ ഫ്രീ ആയിട്ട് വിട്ടിരുന്ന പൊസിഷനിൽ
മുന്നോട്ടാക്കിയ തേർഡും ബാക്കിലോട്ടാക്കിയ ഫോർത്തും അല്ലേ. അപ്പം ഇതിന് ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രണ്ടിലോട്ടാക്കുന്ന ഒരു പൊസിഷൻ, ബാക്കിലോട്ടാക്കുന്ന ഒരു പൊസിഷൻ. അപ്പം അതിനെ അറസ്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഒരു ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അന്നേരം ഈ ബാക്കിയുള്ള 2 റോഡും പിന്നെ അനങ്ങാൻ പാടില്ല. അതിനാണ് ആക്ച്വലി ഇൻ്റർലോക്കിംഗ് മെക്കാനിസം നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ഗിയർ ഇടുവാണ്. ഫസ്റ്റ് ഗിയർ ഇടുമ്പോഴത്തേക്ക് ഈ ഒരു റോഡാണ്, ഈ റോഡാണ് അന്നേരം അനങ്ങേണ്ടതെങ്കിൽ അത് മാത്രമേ അനങ്ങാവുള്ളൂ. ബാക്കി 2 റോഡും അവിടെ അറസ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് നിൽക്കണം. ഇതിനകത്ത് കുറേ ബോൾ അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്. ബോൾ പിൻ എന്നൊക്കെ പറഞ്ഞ അറേഞ്ച്മെൻറ്റ്. നമ്മൾ അടുത്തതിലോട്ട് അതാണ് പോകുന്നത്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കുന്നത് ഇതിനെ നിങ്ങൾ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ടാക്കുന്നു. അപ്പോൾ ഇങ്ങോട്ടാക്കിയാൽ ഈ സാധനം ബാക്കിലോട്ടും, ഇങ്ങോട്ടാക്കിയാൽ ഫ്രണ്ടിലോട്ടും. അത് ഫസ്റ്റ് സെക്കൻഡ്. ഇനി നിങ്ങൾ ഫ്രീ ആയിട്ട് വിടുമ്പോൾ അന്നേരം ഇതാണ് ആക്ടിവേറ്റ് ആവുന്നത്, ഈ റോഡ്. എന്നിട്ട് നിങ്ങൾ ഫ്രണ്ടിലോട്ടാക്കിയ ഒരു പൊസിഷൻ, ബാക്കിലോട്ടാക്കിയ ഒരു, തേർഡും ഫോർത്തും എന്ന് വിചാരിക്കുക. അടുത്ത നിങ്ങൾ ലിഫ്റ്റ് ചെയ്ത് 5th 6th, ഓക്കെ, 5th 6th. അപ്പം ഇതിലോട്ട് വന്നു, അതായത് ഇങ്ങനെ 5th, ഇത് 6th. പിന്നെ റിവേഴ്സ് ഉണ്ടെങ്കിൽ അത് വേറെ, ഞാനിത് കാണിച്ചിട്ടില്ല. ഓക്കെ, ഇത് 5th റിവേഴ്സ് എന്ന് വെച്ചു. ഓക്കെ, റിവേഴ്സ്. അപ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ആക്ച്വലി നമ്മൾ ഇതിൻ്റെ ഈ മൂവ്മെൻറ്റ് ഉണ്ടേ, ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്, അതായത് ഇങ്ങനെ ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റിലൂടെ നിങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നിൽ ഈ റോഡിനെയോ അല്ലെങ്കിൽ ഈ റോഡിനെയോ സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്രാൻസ്വേഴ്സ് മൂവ്മെൻറ്റ്, അത് ഇങ്ങനെ ഈ മൂവ്മെൻറ്റിലൂടെ. ഇനി നിങ്ങൾ ഇതിനെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ലിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഫോർക്കിന് ഒന്നീ ഫസ്റ്റിലോട്ട് അല്ലെങ്കിൽ സെക്കൻഡിലോട്ട്, അല്ലെങ്കിൽ ഇത് മെയിൻ പൊസിഷനിൽ വന്നിരിക്കുകയാണെങ്കിൽ തേർഡ് ഫോർത്ത്. അപ്പോൾ അത് തേർഡും ഫോർത്തും ഒറ്റ ഫോർക്കിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടുള്ള മൂവ്മെൻറ്റുകളാണ് ഈ തേർഡും ഫോർത്തും വീഴുന്നത്. അത് ഓർത്തോളാം. അപ്പോൾ അതാണ് സംഭവം. പിന്നെ ഇതിനകത്ത് ഇൻ്റർലോക്കിംഗ്, ഒരു റെയിൽ, ഒരു ബോൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബോളിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ റോഡ് 3 റോഡല്ലേ, ഈ 3 റോഡിൽ നിങ്ങൾ ഫസ്റ്റും സെക്കൻഡും ഇടാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ബാക്കിയുള്ള 2 റോഡും അനങ്ങരുത്. അത് അവിടെ അറസ്റ്റ് ചെയ്തിരിക്കണം. അതിനാണ് ഈ ബോളും അതിനകത്തൊരു പിന്നിങ് സംഭവങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻ്റർലോക്കിംഗ് മെക്കാനിസം നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, റിഗാർഡ്ലെസ് ഓഫ് ദ ടൈപ്പ് യൂസ്ഡ്, എ സ്യൂട്ടബിൾ ഇൻ്റർലോക്കിംഗ് മെക്കാനിസം ഇൻ്റഗ്രേറ്റഡ് ഇൻ ദ ഡിസൈൻ. അതായത് ഏത് ടൈപ്പ് ആണെങ്കിലും, അതിപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് കോളം ആണെങ്കിലും അല്ല പ്ലാറ്റ്ഫോം ഗിയർ ആണെങ്കിലും ഇതിനകത്ത് ഇൻ്റർലോക്കിംഗ് മെക്കാനിസം വേണം. ഇൻ്റർലോക്കിംഗ് മെക്കാനിസം എന്തിനാന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഒരു ഗിയർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫോർക്ക് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. അതാണ് എൻ്റെ ഉദ്ദേശം. ദിസ് എൻഷുർസ് ദാറ്റ് നോ 2 ഗിയേഴ്സ് ക്യാൻ ബി എൻഗേജ് സൈമൾട്ടേനിയസ്ലി പ്രിവെൻറ്റിങ് ട്രാൻസ്മിഷൻ ഡാമേജ്. അതായത് നമ്മൾ ഒരേ സമയത്ത് ഒരു ഗിയർ മാത്രമേ എൻഗേജ് ആവാൻ പാടുള്ളൂ. അത് ഉറപ്പുവരുത്താനാണ് നമ്മുടെ ഈ പറഞ്ഞ ഇൻ്റർലോക്കിംഗ് മെക്കാനിസം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കമ്പൗണ്ട്സ് നോക്കിയാൽ സെലക്ടർ റോഡ് 1, നമ്മൾ നേരത്തെ പടത്തിനകത്ത് 3 സെലക്ടർ റോഡ് ഉണ്ടായിരുന്നു. ഈ റോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഒരു റോഡ് കൊണ്ട് നമ്മൾ ഒരു ഫോർക്കിൻ്റെ മൂവ്മെൻറ്റ്, രണ്ടാമത്തെ റോഡ് കൊണ്ട് അടുത്ത ഫോർക്കിൻ്റെ മൂവ്മെൻറ്റ്, മൂന്നാമത്തെ റോഡ് കൊണ്ട് അടുത്ത ഫോർക്കിൻ്റെ മൂവ്മെൻറ്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. 3 മെയിൻ ഷാഫ്റ്റ് ദാറ്റ് കൺട്രോൾ ഗിയർ സെലക്ഷൻ, അതാണ് നമ്മൾ അതുകൊണ്ട് സെലക്ട് ചെയ്യുന്നത്. ഇൻ്റർലോക്കിംഗ് ബോൾസ്, 2 ബോൾ കൊടുത്തിട്ടുണ്ട്. പൊസിഷൻ ബിറ്റ്വീൻ ദ റോഡ്സ് ടു ട്രാൻസിറ്റ് ലോക്കിംഗ് ഫോഴ്സ്. അതായത് ഈ ലോക്കിംഗ് ഫോഴ്സിന് ട്രാൻസിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ലോക്കായി അവിടെ ഇരിക്കുന്നത് ഈ ബോൾ അതിനെ സഹായിക്കുന്ന സാധനമാണ് ബോൾ. ഇൻ്റർ കണക്ട് ചെയ്തതിന് മധ്യ ഇതൊരു പിന്നുണ്ട്, ലൊക്കേറ്റഡ് ഇൻസൈഡ് റോഡ് ടു കീപ് ഡിസ്ട്രിബ്യൂട്ട് മൂവ്മെൻറ്റ് ടു ദ ബോൾ. ഈ ബോളിനകത്തോട്ട് ആ മൂവ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പിന്ന് കൊടുത്തത്. അത് വലിയ ഇതൊന്നുമല്ല, പ്രശ്നമുള്ള കാര്യമല്ല. പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറേഷൻ, ഗിയർ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഗിയർ എൻഗേജ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഗിയർ എൻഗേജ്മെൻറ്റ് ഫസ്റ്റ് നമ്മൾ ഏത് റോഡാണെന്ന് സെലക്ട് ചെയ്യണം, എന്നിട്ട് ഫ്രണ്ടിലോട്ടോ ബാക്കിലോട്ടോ ലിഫ്റ്റ് ചെയ്യണം. അപ്പം ആ പർട്ടിക്കുലർ ഫോർക്ക് പോയി അവിടെ ഗിയറിനെ എൻഗേജ് ചെയ്യും. പിന്നെ സ്പെസിഫിക് ഗിയർ ഈസ് എൻഗേജ്, ഇറ്റ്സ് കറസ്പോണ്ടിങ് സെലക്ടർ റോഡ് മൂവ്സ് ഇൻ ദ ഡിസൈഡ് ഡയറക്ഷൻ. നമ്മൾ ഈ സെലക്ടർ റോഡ് മൂവ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ ഫോർക്ക് ആ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുള്ളതാണ്. ball movement, as a rod moves, example rod 2 moves left, it pushes the contracting interlocking balls A and B outward. അതായത് ഒരു റോഡ് മൂവ് ചെയ്യുമ്പോൾ മറ്റേ 2 ബോളുകളും അനങ്ങാൻ നിൽക്കാൻ വേണ്ടി ആ ബോൾ മൂവ് ചെയ്ത് അനങ്ങാൻ നിർത്തും എന്നുള്ളതാണ്. അതാണ് ലോക്കിംഗ് ആക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് the balls are forced away from the active rod and into the groove of the other inactive rods. അത് ഇതിനകത്തൊരു ഈ നമ്മൾ ആ റോഡ് നോക്കിയാൽ നിങ്ങൾ ഇതിപ്പോൾ ആ റോഡാണെന്ന് വിചാരിക്കുക, ഈ റോഡിൽ ഇങ്ങനെ ഗ്രൂസ് കാണും. ഈ ഗ്രൂസിനകത്ത് ഈ ബോൾ ഇങ്ങനെ ഇറങ്ങി നിന്നാൽ ഇത് സ്പ്രിംഗ് ലോഡഡ് ആയിരിക്കും.
ഈ സ്പ്രിംഗ് ലോഡഡ് ബോൾ ആ ഗ്രൂവിനകത്ത് നിൽക്കുന്നിടത്തോളം ഈ ബോളിന് ഇപ്പം റോഡിന് പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് എപ്പോൾ പറ്റുമെന്ന് പറഞ്ഞാൽ അടുത്ത പൊസിഷനിൽ നിങ്ങൾ പിടിച്ചിട്ടുമ്പോൾ മാത്രമേ അതിന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. റിസൾട്ട് ദി മൂവ്മെൻറ്റ് ഫിസിക്കലി ലോക്സ് ദ സ്ട്രൈറ്റ് സൈഡ് ഓഫ് ദ ഇനാക്റ്റീവ് റോഡ്. അതായത് ഞാൻ പറഞ്ഞാൽ ഇതിനെ പിന്നെ ഇങ്ങനെ ആ റോഡിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പ്രിവെൻറ്റിംഗ് ദം ഫ്രം ഷിഫ്റ്റിംഗ് വൈൽ ഓൺ റോഡ് ഈസ് ആൾറെഡി ഇൻ യൂസ്. അത് ഏതെങ്കിലും ഒരു റോഡ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഫസ്റ്റും സെക്കൻഡും നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഏറ്റവും ഇങ്ങേറ്റത്തുള്ള റോഡായിരിക്കും ആക്ടിവേറ്റ്. അപ്പോൾ ഈ ഫോർക്ക് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും പോകുന്ന അവസ്ഥയിൽ ബാക്കിയുള്ള ഒരു ഫോർക്കും മൂവ് ചെയ്യരുത്. അതായത് ബാക്കിയുള്ള ഒരു റോഡും അന്നേരം മൂവ് ചെയ്യരുത്. അതാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതിനകത്ത് കാണിച്ചത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇപ്പം നിങ്ങൾ ഈ ഡയഗ്രാം എ നിങ്ങൾ നോക്കുക. ഇത് റോഡ് 1, ഇത് റോഡ് 2, ഇത് റോഡ് 3. അപ്പം 1 and 3 ലോക്ക്ഡ് ആണ്. ഇതിൽ 1ഉം 3ഉം ലോക്ക്ഡ് എന്ന് പറഞ്ഞാൽ അതാണ്ടേ ഇതിപ്പോൾ ഇവിടെ ഈ ഒരു ഇതിനകത്ത് ഇങ്ങനെ ഒരു ഗ്രൂവ് കാണുന്നില്ലേ, ഇതേപോലെ ഇവിടെ ഉള്ള ഗ്രൂവിലാണ് ഈ ബോൾ ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നത്. ഇവിടെ ഉള്ള ഇതിലുള്ള ഗ്രൂവിലാണ് ഈ ബോൾ ഇറങ്ങി നിൽക്കുന്നത്. അപ്പോൾ ആ ബോൾ അതിൽ ഇറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ഇതിന് ഇങ്ങനെയോ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിനും ഇങ്ങനെയോ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അന്നേരം നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് റോഡ് 2 ആണ്. ഓക്കെ, അതാണ് ഈ പറഞ്ഞേക്കുന്നത്. റോഡ് 2, റോഡ് 1 ആൻഡ് ഇപ്പം ഡയഗ്രാം എയിൽ റോഡ് 1ഉം 2ഉം ലോക്ക്ഡ് ആണ് ഇൻ ന്യൂട്രൽ. ഒൺലി റോഡ് 2 ക്യാൻ ബി മൂവ്ഡ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ രണ്ടെണ്ണവും ലോക്ക്ഡ് ആണ്. റോഡ് 2 ആദ്യത്തെ റോഡിനെ മാത്രമേ നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അത് നമ്മൾ ഈ പറഞ്ഞ കണക്കാണെങ്കിൽ 3rd 4th മാത്രമേ അന്നേരം നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് റോഡ് 2ഉം 3ഉം ലോക്ക്ഡ് ആണ്. അതെ, ഇതിനെയും അനക്കാൻ പറ്റത്തില്ല, ലോക്ക്ഡ് ആണ്. കാര്യം ഇതിനകത്തുള്ള ഗ്രൂവിൽ ഇത് വന്ന് കിടക്കുവാണ്. ഓക്കെ, അപ്പോൾ അതിന് രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ആർക്ക് മാത്രമേ മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ? റോഡ് 1, ഉള്ളി റോഡ് 1 ക്യാൻ ബി മൂവ്. അന്നേരം റോഡ് 1ന് മാത്രമേ മൂവിങ് ഉള്ളൂ. നിങ്ങൾ ഇതിനൊക്കെ തന്നെ നേരത്തെ ഇവിടെ വീണ് കിടന്ന ആ ഗ്രൂവ് ഇപ്പോൾ ഇങ്ങോട്ട് നിൽക്കുവാണ്. അപ്പോൾ ഈ ബോൾ നേരെ താഴോട്ട് വന്ന് 2നെയും 3നെയും ഇവിടെ നിന്ന ബോൾ ഇവിടെ ഈ 1ൽ നിന്ന ബോൾ നേരെ വന്ന് ഇതിനെ അറസ്റ്റ് ചെയ്ത് നിർത്തി. അത് കണക്ക് തന്നെ മൂന്നാമത്തേനെ റോഡ് അടുത്ത മൂന്നാമത്തെ ഡയഗ്രാം നിങ്ങളിതാ ഇത് നോക്കിക്കഴിഞ്ഞാൽ, 3rd ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ റോഡ് 3A മൂവ് ആവത്തുള്ളൂ. ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഗ്രൂവ് ഇപ്പോൾ ഇവിടെ എത്തി. അതായത് റോഡ് 3നെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ബട്ട് റോഡ് 1ഉം റോഡ് 2ഉം അറസ്റ്റഡ് ആണ്. അത് ന്യൂട്രൽ പൊസിഷനിലായിരിക്കും. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. റോഡ് 1 and 2 ആർ ലോക്ക്ഡ് ഇൻ ന്യൂട്രൽ. ഒൺലി റോഡ് 3 ക്യാൻ ബി മൂവ്ഡ്. അതങ്ങനെ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു ഗിയർ മാത്രമേ എൻഗേജ് ചെയ്യാൻ പറ്റാവുള്ളൂ. അതായത് അല്ലെങ്കിൽ ഈ ഗിയർ ബോക്സിന് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. ഒരേ സമയത്ത് 2 ഗിയറൊക്കെ എൻഗേജ് ചെയ്യാൻ നിങ്ങൾ നോക്കിയാൽ ആ സമയത്ത് ഗിയർ ബോക്സ് പ്രശ്നം ആയിപ്പോവും. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി അടുത്തത് സെലക്ടർ മെക്കാനിസം വിത്ത് ഗിയർ ലിവർ ഓൺ സ്റ്റിയറിംഗ് കോളം. സ്റ്റിയറിംഗ് കോളത്തിലുള്ള ഗിയർ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പഴയ കാറുകളിലൊക്കെ വരുന്ന സിസ്റ്റമാണ്. അപ്പം ഇത് കാണിച്ചിരിക്കുന്ന ആക്ച്വലി ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ഗിയർ ലിവർ വരുന്നത്. ഇതാണ് നിങ്ങളുടെ ഗിയർ ലിവറിൻ്റെ ഇതിലോട്ട് പോകുന്ന റോഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് മേലോട്ടാക്കി. ഇതിപ്പോൾ ഇതിൻ്റെ ന്യൂട്രൽ പൊസിഷൻ ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് ന്യൂട്രൽ, അതിലിങ്ങനെയാണ് ന്യൂട്രൽ വരുന്നത്. ഇങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഓടിക്കുന്നെങ്കിൽ ഇതാണ് ന്യൂട്രൽ പൊസിഷൻ. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് മേലോട്ടാക്കി ഫസ്റ്റ്, അതേ കണക്ക് താഴോട്ട് ആ ലിഫ്റ്റോട് കൂടി താഴോട്ടാക്കിയ സെക്കൻഡ്. നിങ്ങൾ സെക്കൻഡിൽ പോയി 3rd മാറണമെങ്കിൽ കൈ മേലിൽ വെച്ചിട്ട് ന്യൂട്രൽ കൊണ്ടുവന്ന് താഴോട്ട് ലിഫ്റ്റ് ചെയ്ത് മേലോട്ടാക്കിയ 3rd, അതേ കണക്ക് താഴോട്ടാക്കിയ 4th, പിന്നെ ഏറ്റവും താഴോട്ട് ലിഫ്റ്റ് ചെയ്ത് ബാക്കിലോട്ടാക്കിയ റിവേഴ്സ്. അപ്പോൾ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നിങ്ങളിങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ ലിഫ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പം ഇതിനകത്ത് ടങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇതാണ് ടങ്. ഈ ടങ് നിങ്ങളിങ്ങനെ മേലോട്ട് ലിഫ്റ്റ് ചെയ്താൽ ഈ ടങ് ഇവിടെ ആയിരിക്കും നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ അടുത്ത പൊസിഷനിൽ താഴോട്ടാക്കി കഴിഞ്ഞാൽ ഈ ടങ് മേലോട്ടാക്കുമ്പോഴത്തെ മേലോട്ടാക്കുമ്പോൾ ടങ് ഇതിനകത്ത് വന്ന് ഇതിനെ ഇങ്ങനെയും മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇനി ഇത് താഴോട്ടാക്കിയാൽ ടങ് ഇവിടെ ആയിരിക്കും വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫോർക്കിനെ ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇതാണ് സെറ്റപ്പ്. ഇതാണ് അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്. അതാണ് ഇതിനെ കാണിച്ചിരിക്കുന്നത്. ഇത് ന്യൂട്രൽ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ്, സെക്കൻഡ്, 3rd 3 ഗിയറും ഒരു റിവേഴ്സുമാണ്. ഇത് റിവേഴ്സാണ് കാണിച്ചിരിക്കുന്നത്, റിവേഴ്സാണ്. അപ്പോൾ 3 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സുമാണ് ഇതിനകത്തുള്ളത്. നമ്മളെ പഴയ ഫിയറ്റ് കമ്പാസിലൊക്കെയാണ് 4 ഫോർവേഡ് ഗിയറും ഒരു റിവേഴ്സുമാണ് വരുന്നത്. അപ്പോൾ അതിലും ഇത് കണക്ക് തന്നെയാണ്. അതിൽ ഞാൻ പറഞ്ഞത് ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്,
അതിലിങ്ങനെ ഇത് തേർഡ്, ഇത് ഫോർത്ത് ആയിരിക്കും. റിവേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ ആക്കി ഇതായിരിക്കും റിവേഴ്സ്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇതിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഗിയർ ബോക്സ് ഇവിടെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിങ്ങനെ ഇത് നേരെ ഫോർക്കിലോട്ട് പോകുന്ന സംഭവങ്ങളാണ്. അതായത് ടോപ്പ് ഓർ ഗിയർ ഫോർക്ക്, അതായത് നമ്മുടെ ഗിയർ ബോക്സിനകത്തോട്ട് പോവേണ്ട കേബിൾ അല്ലെങ്കിൽ റോഡായിരിക്കും. അപ്പോൾ ആ റോഡ് ഇങ്ങനെ പല പല കണക്ഷൻസ് വഴിയാണ് ഗിയർ ബോക്സിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് ലിഫ്റ്റ് ചെയ്തൊക്കെ ആദ്യ കാലഘട്ടങ്ങളിലൊന്നും കുഴപ്പം വരത്തില്ല. കുറേ നാൾ യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ബാക്ക്ലാഷ് പ്ലേ ഒക്കെ വന്നിട്ട് നമുക്ക് ഈ പറയുന്ന ഗിയർ നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നതൊക്കെ ചിലപ്പോൾ ഭയങ്കര പ്ലേ ആയിട്ട് ഇത് വീഴത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ദ ഗിയർ ലിവർ റോഡ് ഈസ് മൗണ്ടഡ് ഡയറക്ട്ലി ഇൻ ടു ദ സ്റ്റിയറിംഗ് കോളം. അതായത് സ്റ്റിയറിംഗ് കോളമാണ് ഇതെങ്കിൽ ആ സ്റ്റിയറിംഗ് കോളത്തിലായിരിക്കും നമ്മുടെ ഗിയർ ലിവർ നമ്മൾ മൗണ്ട് ചെയ്തേക്കുന്നത്. ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ് സെലക്ഷൻ പ്രോസസ്സിൽ ഒരു ടങ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ടങ്, ഇതാണ് ആ ടങ്, ഈ സാധനം. ഇതിപ്പോൾ ഇത് ഏത് സെലക്ടറിനകത്താണ് വന്ന് നിൽക്കുന്നത്, ആ സെലക്ടറിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. എന്നാൽ ആ സെലക്ടർ ഇതിപ്പോൾ ഈ സെലക്ടറിനകത്ത് ഈ ടങ് ഇതിനകത്ത് വന്ന് നിൽക്കുവാണെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് അന്നേരം ആക്ടിവേറ്റ് ആവും ഗിയർ. ഇനി നിങ്ങൾ ഈ ടങ് ഇതിനകത്ത് നിൽക്കുന്നത് ഇപ്പോൾ ഈ പടത്തിൽ കാണിച്ചേക്കുന്ന പ്രസൻറ്റ് അവസ്ഥയിലാണെങ്കിൽ ഇത് നേരെ ഫോർക്ക് ഫോർ തേർഡിലും റിവേഴ്സിലുമാണ്. അതിൻ്റെ ഫോർക്കിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ തേർഡ് ഫോർത്ത് വിടുക എന്നുള്ളതാണ്. ഇതാണ് ടങ്ങാണ് അതിനകത്ത് ഈ സംഭവം ചെയ്യുന്നത്. ടങ് ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ്, ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ്. ഈ ടങ് നേരെ താഴത്തെ ഇതിലോട്ട് പോയി വീണ് കഴിഞ്ഞാൽ തേർഡ് ഫോർത്ത്, അല്ലെങ്കിൽ തേർഡ് റിവേഴ്സ്. ഓക്കെ, ദ ഡ്രൈവർ യൂസസ് ആക്സിയൽ മൂവ്മെൻറ്റ് സ്ലൈഡിങ് ദ റോഡ് അലോങ് ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മൂവ്മെൻറ്റ് ടു എൻഗേജ് ദിസ് ടങ് വിത്ത് ദ സ്പെസിഫിക് ഫോർക്ക് ദേ വാണ്ട് ടു ഓപ്പറേറ്റ്. അതായത് ഇതാണ് ആക്സിയൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ആക്സിയൽ മൂവ്മെൻറ്റ് അനുസരിച്ച് നമുക്ക് ഏത് ഫോർക്കിനെ ആക്ടിവേറ്റ് ചെയ്യണമോ ആ ഒരു ഇത് ഡ്രൈവർ കൊണ്ടുവരും. എൻഗേജ്മെൻറ്റ് ഓൺസ് ദ ഫോർക്ക് ഈസ് സെലക്റ്റഡ് ആംഗുലർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫോർക്ക് നിങ്ങളത് ഇങ്ങനെ ആക്കി ആ പർട്ടിക്കുലർ ഫോർക്ക് സെലക്ട് ചെയ്താൽ പിന്നെ ഇങ്ങനെ മാറ്റി നിങ്ങൾക്ക് ഫസ്റ്റോ സെക്കൻഡോ തേർഡോ ഫോർത്തോ ഒക്കെ ഇടാം. അതാണ് പറയുന്നത്. ദിസ് മൂവ്മെൻറ്റ് എൻഗേജസ് ദ ചോസൺ ഗിയർ. അങ്ങനെ മൂവ് ചെയ്ത് നമുക്ക് ഏതൊരു ഗിയറിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ലിങ്കേജസ് മെക്കാനിസം ടോപ്പ് ആൻഡ് റിവേഴ്സ് ഗിയർ ഫോർക്ക്, ദ ഫസ്റ്റ് ആൻഡ് റിവേഴ്സ് സെക്കൻഡ് ഗിയർ ഫോർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഇത് രണ്ടെണ്ണമാണ്. അതാണ്ട് ഇത് ഫസ്റ്റിനും സെക്കൻഡിനുമുള്ള ഇതും ഇത് തേർഡിനും റിവേഴ്സിനും ഉള്ളതാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് ഫ്ലോർ മൗണ്ടഡ് റിമോട്ട് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വലിയ വണ്ടി എടുക്കുകയാണെന്ന് വിചാരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ബസ്സോ ലോറിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെയാണ് ഡ്രൈവർ ഇവിടെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇത് കഴിഞ്ഞ് കുറേ ബാക്കിലോട്ടായിരിക്കും ഗിയർ ബോക്സ് ഉണ്ടാവുക. അപ്പോൾ അവിടെ നിന്ന് ആ അറേഞ്ച്മെൻറ്റുകൾ നമ്മൾ ഇരിക്കുന്നിടത്തോട്ട് കൊണ്ടുവരിക. അതാണ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഗിയർ ലിവറാണ്. ഇതാണ് ഗിയർ ലിവർ. ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് ഡ്രൈവർ ഇരിക്കുന്നത് വിചാരിക്കുക. അയാൾ ഇരിക്കുന്നതിൻ്റെ അടുത്താണല്ലോ ഗിയർ ലിവർ വേണമെന്നത്. പക്ഷേ ഗിയർ ബോക്സ് ഇരിക്കുന്നത് അങ്ങ് ബാക്കിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ലിങ്കേജസ് വഴി ഇത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ഈ പറഞ്ഞ പ്രശ്നം ഉണ്ടാവും. ഏതാണ് ആഫ്റ്റർ എ ലോങ് ടൈം നമ്മൾ വണ്ടി ഓടിച്ച് പോകുമ്പോഴത്തേക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇതിനകത്ത് ബാക്ക്ലാഷ് പ്ലേ ഒക്കെ വന്നിട്ട് നമ്മൾ വിചാരിക്കും പോലെ വീഴത്തില്ല, അല്ലെങ്കിൽ ഗിയർ ലിവർ ഇങ്ങനെയൊക്കെ കിടന്ന് ആടുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം. നമ്മൾ ഈ ചെറിയ കാറുകളൊക്കെ ഇല്ലേ, ഫ്രണ്ട് വീൽ ഡ്രൈവ് വെഹിക്കിൾസിലൊക്കെ ഇത് പറഞ്ഞാൽ ഗിയർ ബോക്സ് ബോണറ്റിനകത്ത് തന്നെ ആയിരിക്കും ഗിയർ ബോക്സ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് ആ കണക്ഷൻസ് ഇതിനകത്തോട്ട് നമ്മുടെ ക്യാബിനകത്ത് കൊണ്ടുവരുന്നത് കേബിൾ വെച്ചിട്ടായിരിക്കും കൊച്ചു കാറുകളിലൊക്കെ. ഓക്കെ, ഇത് ബസ്സിനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റോഡായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റിയറിംഗ് കോളം ദ സെലക്ടർ മെക്കാനിസം ക്യാൻ ബി പ്ലേസ്ഡ് ഓൺ ദ ഫ്ലോർ. സ്റ്റിയറിംഗ് കോളത്തിലല്ല, ഫ്ലോറിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ലിങ്കേജസ് വഴി ഗിയർ ബോക്സിന് അവിടെ വരെ എത്തണമെന്നുള്ളതാണ്. ദിസ് ഈസ് ടു എൻഷുർ കൺവീനിയൻറ്റ് പൊസിഷൻ ഓഫ് ദ ലിവർ ഫോർ ദ ഡ്രൈവറിൻ്റെ ഇഷ്ട പൊസിഷനിൽ വേണമെങ്കിൽ കൊണ്ടുവരാം. അതിനുവേണ്ടിയാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പർട്ടിക്കുലർലി യൂസ്ഫുൾ വെൻ ദ ട്രാൻസ്മിഷൻ ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ്. അതാണ് സംഭവം. അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം ദ ഡ്രൈവേഴ്സ് സീറ്റ്. ഡ്രൈവറിൻ്റെ സീറ്റിൻ്റെ അടുത്തുനിന്ന് ഒരുപാട് മാറിയാണ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ ഗിയർ ബോക്സ് ഇരിക്കുന്നതെങ്കിൽ അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ റിമോട്ട് കൺട്രോൾ ലിങ്കേജ് യൂസ് ചെയ്യുന്നത്. റിക്വയറിങ് എ റിമോട്ട് കൺട്രോൾ ലിങ്കേജ് ടു ബ്രിഡ്ജ് ദ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ആ ഗ്യാപ്പ് മാറ്റാനായിട്ട്, ഡ്രൈവറും ഗിയർ ബോക്സും തമ്മിലുള്ള ഗ്യാപ്പ് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ നമ്മുടെ റിമോട്ട് കൺട്രോൾ ലിങ്കേജ് സിസ്റ്റം യൂസ് ചെയ്യുന്നു. അതാണ് അടുത്ത ടൂ വീലർ ട്രാൻസ്മിഷൻ സിസ്റ്റം. ടൂ വീലർ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ
ബൈക്ക് നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ നമുക്ക് പറയാം. ഒന്ന് അതിൻ്റെ പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, അതായത് എഞ്ചിനിൽ നിന്ന് ഗിയർ ബോക്സിനകത്തും അതിനകത്തുള്ള ഗിയർ അറേഞ്ച്മെൻറ്റ്സും അതൊരു രീതി. പിന്നെ ഈ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ കാണാൻ പറ്റും. അതായത് ഇതിപ്പോൾ റെയർ വീലാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്പ്രോക്കറ്റ് കാണും, ഒരു സ്പ്രോക്കറ്റ്. ഇതിപ്പോൾ എഞ്ചിനാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞ് സ്പ്രോക്കറ്റ് കാണും. ഇത് രണ്ടും കൂടെ നമ്മൾ മോസ്റ്റ്ലി ഒരു ചെയിൻ ഇട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഇത് ഈ സ്പ്രോക്കറ്റ് സ്മാൾ സൈസും ആയിരിക്കും, ഈ സ്പ്രോക്കറ്റ് ലാർജ് സൈസും ആയിരിക്കും. അതിനൊരു റീസണുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത് ഏത് ബൈക്ക് നിങ്ങൾ നോക്കിയാലും ഇവിടെ ചെറിയ സ്പ്രോക്കറ്റ്, എഞ്ചിൻ്റെ അവിടെ ചെറിയ സ്പ്രോക്കറ്റും ഇവിടെ വലിയ സ്പ്രോക്കറ്റും കാണും. ഈ ഡയഗ്രാമിലും അത് കണക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത്. എന്തിനാണെന്ന് പറഞ്ഞാൽ ആ ടോർക്ക് കുറച്ച് ഇൻക്രീസ് ആവാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനകത്ത് വരുന്നത് കംപ്ലീറ്റ് ഉണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ പിസ്റ്റനാണ്. ഓക്കെ, പിസ്റ്റനാണ്. ഇത് ക്രാങ്കാണ്. ഇത് ക്ലച്ച് ഗിയർ വഴി ഇതകത്തെത്തി ഇതിനകത്ത് ഉള്ള ഗിയർ ട്രാൻസ്മിഷനാണ് ഇതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞ് ഇതാണ് ഞാൻ പറഞ്ഞ ഫസ്റ്റ് സ്പ്രോക്കറ്റ്. ഈ സ്പ്രോക്കറ്റിൽ നിന്ന് ഈ സ്പ്രോക്കറ്റ് വരെ കണക്ഷൻ കൊണ്ടുപോകുന്നത് ഒരു ചെയിനാണ്. ഓക്കെ, ഇത് രണ്ടും ഇതിനകത്ത് വരും എന്നുള്ളതാണ്. ഇപ്പം 2 വീലർ ട്രാൻസ്മിഷനകത്ത് രണ്ടും വരും. ട്രാൻസ്മിഷൻ ട്രാൻസ്മിറ്റ് പവർ ഫ്രം ദ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് ടു ദ റെയർ വീൽ വിത്ത് സ്യൂട്ടബിൾ സ്പീഡ് ആൻഡ് ടോർക്ക്. എഞ്ചിൻ ട്രാൻസ്മിഷൻസ് ഇതിനകത്തുനിന്ന് റെയർ വീലിലോട്ട് ഓക്കെ, നമുക്ക് ആവശ്യമുള്ള സ്പീഡും ടോർക്കും വേരി ചെയ്ത് വീലുകളിൽ എത്തിക്കാൻ വേണ്ടി ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് 2 കാര്യങ്ങളാണ്. ഒന്ന് ഗിയർ ഡ്രൈവും ചെയിൻ ഡ്രൈവും. ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യുന്നത് എവിടം വരെ, ഈ സ്പ്രോക്കറ്റ് വരെ പവർ എത്തിക്കാൻ ഗിയർ ഡ്രൈവാണ് ഇതിനകത്ത് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വീലിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ഒരു ചെയിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെയിനിനെ ഫുള്ള് ടൈറ്റായിട്ട് നമ്മൾ ഒരിക്കലും വെക്കത്തില്ല. ഇത്തിരി സ്ലാക്കായിട്ടായിരിക്കും വെച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഇവിടെ ഒരു ഷാഫ്റ്റ് വരും, ആക്സിൽ വരും. എന്നിട്ട് നമ്മൾ വീലിനെ ഘടിപ്പിക്കും. അപ്പോൾ ആ വീലിനെ ഘടിപ്പിക്കുമ്പോൾ അത് ഷോക്ക് അബ്സോർബർ വെച്ചിട്ടായിരിക്കും ആ വീല്. അതെന്ന് വെച്ചാൽ അതിൽ സസ്പെൻഷൻ സിസ്റ്റം കാണും. അതായത് നമ്മുടെ ഒരു സ്വിങ് ആം എന്ന് പറഞ്ഞൊരു ആം വന്നിട്ട് നമ്മൾ ഇരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഗട്ടറിൽ ഇറങ്ങുന്ന സമയത്ത് ആ സ്വിങ് ആം ഇങ്ങനെ ലിഫ്റ്റ് ആവാൻ താഴോട്ടൊക്കെ ആവും. അന്നേരം ഈ ചെയിനും ഇങ്ങനെയൊക്കെ ആവണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരുപാട് ടൈറ്റ്നെസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഗിയർ ഡ്രൈവ്, അപ്പോൾ ഇതിനകത്ത് പ്രൈമറി ഡ്രൈവ് ഗിയർ ഡ്രൈവാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതാണ് ഇതിൻ്റെ അകത്ത് പ്രൈമറി ഡ്രൈവ്. ആണ്ടേ ഇവിടെ നിന്ന് അതായത് ക്രാങ്കിൽ നിന്ന് മെയിൻ സ്പ്രോക്കറ്റിനകത്ത് എഞ്ചിൻ്റെ അവിടെ വരുന്ന ആ സ്പ്രോക്കറ്റ് വരെ ഇത് പ്രൈമറി ഡ്രൈവാണ്. അത് ഇത്രയും ഭാഗം നമുക്ക് പ്രൈമറി ഡ്രൈവ് ഇതിനകത്ത് ഗിയർ ഡ്രൈവാണ്. അത് കഴിഞ്ഞ് സെക്കൻഡറി ഡ്രൈവ് ഇത് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് സെക്കൻഡറി ഡ്രൈവ്. നമുക്ക് ചെയിൻ ഡ്രൈവും ആയിരിക്കും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഗിയർ ഡ്രൈവ് ഈസ് എ ടൈപ്പ് ഓഫ് പവർ ട്രാൻസ്മിഷൻ വിച്ച് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ത്രൂ മെഷിംഗ് ഗിയർ. എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ ആൾറെഡി ഗിയർ ഡ്രൈവ് എന്താണെന്നൊക്കെ നമുക്കറിയാം. ടൈപ്സ് ഓഫ് ഗിയർ ഡ്രൈവും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമുക്കറിയാം. യൂസ്ഡ് ഇൻ 2 വീലേഴ്സ്. യൂസ്ഡ് പ്രൈമറി ഡ്രൈവ് ബിറ്റ്വീൻ ക്രാങ്ക് ഷാഫ്റ്റും ക്ലച്ചിനും ഇടയ്ക്ക് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഗിയർ ഡ്രൈവാണ് യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ഇൻസൈഡ് ദ ഗിയർ ബോക്സ്. അതിൻ്റെ ഗിയർ ബോക്സിനകത്തും വരുന്നത് ഗിയർ ഡ്രൈവ് തന്നെ ആയിരിക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ 2 വീലേഴ്സിലൊക്കെ നമ്മൾ കാണുന്ന ഏത് ടൈപ്പ് ഓഫ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് മെഷ് ആയിരിക്കും. ഏതായിരിക്കും? കോൺസ്റ്റന്റ് മെഷ്. അത് തന്നെ നമുക്ക് ഗിയർ ഇല്ലാത്ത വണ്ടികളില്ലേ, ഗിയർ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടാത്ത വണ്ടികളിൽ CVT ആയിരിക്കും. CVT എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, അതായത് ഇതിനെ ഡ്രൈവിംഗ് ഗിയർ മൗണ്ടഡ് ഓൺ ദ ക്രാങ്ക് ഷാഫ്റ്റിൽ ഡ്രൈവിംഗ് ഗിയർ നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രാമാണ്. ഡ്രിവൻ ഗിയർ മൗണ്ടഡ് ഓൺ ദ ക്ലച്ചിനകത്ത് ഡ്രിവൻ ഗിയർ ആയിരിക്കും ഉണ്ടാവുക. ഗിയേഴ്സ് ആർ യൂഷ്വലി സ്പർ ഓർ ഹെലിക്കൽ ഗിയർ. സ്പർ അല്ലെങ്കിൽ ഹെലിക്കൽ ഗിയർ ആയിരിക്കും. ഇതിനകത്ത് എൻക്ലോസ്ഡ് ഇൻ കേസിങ് ആൻഡ് ലൂബ്രിക്കൻ്റ് എന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മൾ ഏത് ഗിയർ ബോക്സ് എടുത്താലും അത് വണ്ടികളുടെ എല്ലാ ഗിയർ ബോക്സുകളും നമ്മൾ ഗിയർ ഓയിലായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഈ ലൂബ്രിക്കേഷൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ വിയർ ആൻഡ് ടയർ തടയാനും അല്ലെങ്കിൽ അതിനകത്തുള്ള അഴുക്കുകളൊക്കെ റിമൂവ് ചെയ്യാനും ഒക്കെ നമ്മൾ അതിനകത്ത് ഓയിൽ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ വർക്കിംഗ്, നമ്മൾ എൻജിൻ കറങ്ങുന്ന സമയത്ത് ക്ലച്ച് വഴി ഇത് ഗിയർ ബോക്സിലെത്തും. ഗിയർ ബോക്സിൽ നിന്ന് അത് ഔട്ടർ സ്പ്രോക്കറ്റിലെത്തും. ഔട്ടർ സ്പ്രോക്കറ്റിൽ നിന്ന് ചെയിൻ ഡ്രൈവ് വഴി അത് നമ്മുടെ വീലിലോട്ട് എത്തും. അതാണ് പറയുന്നത്. When the engine runs, the driving gear rotates. It measures with the driven gear.
പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ ഡയറക്റ്റ് ടൂത്ത് കോൺടാക്ട്. നമുക്കറിയാം, നമ്മൾ നേരത്തെ ഡയറക്റ്റ് ടൂത്ത് കോൺടാക്ട് വഴി പവർ ട്രാൻസ്മിറ്റ് ആവും. സ്പീഡ് റിഡക്ഷൻ ആൻഡ് ടോർക്ക് ഇൻക്രീസ് ആർ അച്ചീവ്. സ്പീഡ് റിഡക്ഷൻ ആൻഡ് ടോർക്ക് ഇൻക്രീസ് ഒക്കെ. ഇപ്പോൾ നമ്മൾ ഗിയർ ലിവറാണിത്. ഇത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ഗിയർ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ സീക്വൻഷ്യലായിട്ട് നമ്മൾ മാറ്റുന്ന ടൈപ്പാണ്. ഓക്കെ, അത് സെലക്ടർ മെക്കാനിസം നമ്മളൊന്ന് പഠിച്ചായിരുന്നു. ഓക്കെ, അത് 1/1 ആയിട്ടാണ് നമ്മൾ 1 ഫസ്റ്റ് ഗിയർ പിന്നെ സെക്കൻഡ് അങ്ങനെ മാറ്റി വരാനേ പറ്റത്തുള്ളൂ. അതായത് സെലക്റ്റീവ് അല്ല, പ്രോഗ്രസീവ് ടൈപ്പാണ്. ടൈപ്പ് ഓഫ് ഇതിനകത്ത് നമ്മൾ സാധാരണ ഒരു ഗിയർ ബോക്സിനകത്ത് 2 വീലറിൽ യൂസ് ചെയ്യുന്നത് സ്പർ ഗിയറും ഹെലിക്കൽ ഗിയറുമാണ്. ഗിയർ ബോക്സ് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആയിരിക്കും. കോൺസ്റ്റന്റ് മെഷ് മറന്നു വരുത്. 2 വീലറിൽ നമ്മൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സിനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. അതായത് ഇതിനകത്ത് പിന്നെ സിങ്ക്രണൈസറോ അങ്ങനെ വലിയ വലിയ സംഭവങ്ങളൊന്നുമില്ല. എന്താണ്, കുഞ്ഞു ചെറിയ മെക്കാനിസമാണ്. അത് കണക്ക് തന്നെ കുറച്ച് സ്ഥലം മതി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. സിങ്ക്രണൈസറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഇടയ്ക്ക് സിങ്ക്രണൈസറിനെയൊക്കെ നമ്മൾ ചിലപ്പോൾ മാറ്റേണ്ടിയൊക്കെ വരും. ഇതിനകത്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അഡ്വാൻറ്റേജ്, ഗിയർ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജ് നമുക്കറിയാം, 0 സ്ലിപ്പ് ആണ്, പിന്നെ ഹൈ എഫിഷ്യൻസി, പിന്നെ സൗണ്ട് അധികം ഇല്ല. ഏതിനാണ് സ്പർ ഗിയറിന് സൗണ്ട് ഉണ്ട്, ഹെലിക്കലാണെങ്കിൽ സൗണ്ട് ഇല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ. ഹൈ എഫിഷ്യൻസി ഉണ്ടാവും, കോമ്പാക്റ്റ് ആൻഡ് സ്ട്രോങ് ആണ്, സ്ലിപ്പിംഗ് ഇല്ല, പവർ യാതൊരു രീതിയിലും പവർ ലോസ് ഉണ്ടാകത്തില്ല. ആക്യുറേറ്റ് സ്പീഡ് റേഷ്യോ, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്പീഡ് റേഷ്യോ ഉണ്ട്. ബെൽറ്റ് ഡ്രൈവ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സ്ലിപ്പൊക്കെ കൂടുതലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സ്പീഡ് റേഷ്യോ ഒന്നും കിട്ടില്ല. പക്ഷേ അങ്ങനെയല്ല, ഗിയർ ഡ്രൈവ് ആണെങ്കിൽ അതിനകത്ത് സ്ലിപ്പൊന്നും ഉണ്ടാകത്തില്ല. ലോങ് സർവീസ് ലൈഫ്, ഒരുപാട് നാൾ നമ്മൾ ഗിയറാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കുറേ കൂടെ കോസ്റ്റ്ലിയാണ്. പിന്നെ നോയ്സി എന്ന് പറഞ്ഞാൽ സ്പർ ഗിയർ ആണ് നോയ്സി, ഹെലിക്കൽ ഗിയർ നോയ്സി അല്ല. നോയ്സി അറ്റ് ഹൈ സ്പീഡ് സ്പർ ഗിയർ ആണ്, ഹെലിക്കൽ ഗിയറിന് സൗണ്ട് വരത്തില്ല. റിക്വയർസ് പ്രിസൈസ് അലൈൻമെൻറ്റ്, കറക്റ്റ് അലൈൻമെൻറ്റ് ആയിരിക്കണം എങ്കിലേ ഈ ഗിയർ അതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്ത് കുറേ മിസ്അലൈൻമെൻ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അണ്ടർ കട്ട് എന്നൊക്കെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. കനോട്ട് ബി യൂസ്ഡ് ഫോർ ലോങ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നമ്മളിപ്പോൾ ചെയിൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ. അപ്പം ഇവിടെയാണ് സ്പ്രോക്കറ്റ്, ഇവിടെ ഒരു സ്പ്രോക്കറ്റ് ഉണ്ട്. ഇത്രയും ദൂരം ഉണ്ടെങ്കിൽ നമുക്ക് ചെയിനോ ബെൽറ്റോ ഒക്കെയാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത്. ഗിയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇപ്പോൾ ഇതൊരു ഷാഫ്റ്റും ആണെങ്കിൽ അടുത്തടുത്ത് നിൽക്കുന്ന 2 ഷാഫ്റ്റുകൾ തമ്മിൽ പവർ ട്രാൻസ്മിഷൻ നടത്താനാണ് നമ്മളെപ്പോഴും ഗിയറിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ചെയിൻ ഡ്രൈവ്, ഇതിനകത്തുള്ള ഫൈനൽ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ചെയിൻ ഡ്രൈവാണ്. അതായത് നമ്മൾ ഇതിവിടെ ആയിരിക്കും നമ്മുടെ സ്പ്രോക്കറ്റ് വരിക, മെയിൻ സ്പ്രോക്കറ്റ്. ആ മെയിൻ സ്പ്രോക്കറ്റിൽ നിന്ന് നമ്മുടെ വീലിൻ്റെ അവിടെയുള്ള ആക്സിലിൻ്റെ സ്പ്രോക്കറ്റിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു ചെയിൻ വഴിയാണ്. ഇതാണ് ചെയിൻ. ഓക്കെ, റോളർ ചെയിനാണ് സാധാരണ നമ്മുടെ കുഞ്ഞു വാഹനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നത്, നമ്മൾ ചെറിയ ബൈക്കുകളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതല്ലാതെ ഒരു ടൈപ്പും ഉണ്ട്, നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ചെയിൻ ഡ്രൈവ് ഈസ് എ ടൈപ്പ് ഓഫ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ഇൻ വിച്ച് പവർ ഈസ് ട്രാൻസ്മിറ്റഡ് ബൈ എ ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ്. അതിൽ ഇതാണ് ചെയിൻ, ഈ മുള്ളു കണക്കിരിക്കുന്ന സംഭവമാണ് സ്പ്രോക്കറ്റ്. ഓക്കെ, യൂസ്ഡ് ഇൻ 2 വീലർ, അതായത് ഫൈനൽ ഡ്രൈവായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ചെയിൻ ഡ്രൈവിനെയാണ്. ട്രാൻസ്മിറ്റ് പവർ ഫ്രം ഗിയർ ബോക്സ് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ടു റെയർ വീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗിയർ ബോക്സിനകത്തുനിന്ന് വരുന്ന വെളിയിലൊരു ഷാഫ്റ്റ് ആയിരിക്കും വന്നിരിക്കുന്നത്. ആ ഷാഫ്റ്റിലായിരിക്കും നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ സ്പ്രോക്കറ്റ് ഇടുന്നത്. അതായത് ഇങ്ങനെ ഒരു ഷാഫ്റ്റ് വന്ന് നിൽക്കും. ആ ഷാഫ്റ്റിൽ നമുക്കിത് ഇങ്ങനെ ഒരു സ്പ്രോക്കറ്റ് കാണും. ഈ സ്പ്രോക്കറ്റ് ഇവിടെ കീ ചെയ്തിരിക്കുക ഷാഫ്റ്റിൽ. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചെയിൻ എടുത്തുകൊണ്ട് പോയിട്ടാണ് നമ്മുടെ വലിയ സ്പ്രോക്കറ്റിലോട്ട് നമുക്ക് ഇപ്പോൾ ഈ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഭയങ്കരമായിട്ട് ഇതിൽ ഈ സ്പ്രോക്കറ്റൊക്കെ ഭയങ്കരമായിട്ട് തേഞ്ഞു പോയെന്ന് വിചാരിക്കും. നമ്മൾ സ്പ്രോക്കറ്റ് ഇളക്കി നോക്കി കഴിഞ്ഞാൽ അതാണ് ഇങ്ങനെ ഇരിക്കും. ഓരോ സ്പ്രോക്കറ്റും ഇങ്ങനെ തേഞ്ഞ് ഒരുമാതിരി ഇരിക്കും. അപ്പോൾ അന്നേരം നമ്മൾ ഈ വണ്ടി ഓടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ ഇട്ട് നമ്മൾ ടോർക്ക് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിൽ സ്ലിപ്പായിട്ട് കിടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഈ ചെയിൻ സ്പ്രോക്കറ്റ് പോയതാണ്. ചെയിനും ഒക്കെ പിന്നെ നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഗിയർ ബോക്സിൻ്റെ ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ നിന്ന് റെയർ വീലിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ നിന്ന് ഔട്ട്പുട്ട് ഷാഫ്റ്റ് ആണ്, അവിടെ ഒരു കുഞ്ഞ് സ്പ്രോക്കറ്റ് ആണ്. ഇത് നമ്മുടെ റെയർ വീലിൽ ആക്സിലിൽ കണക്ട് ചെയ്തേക്കുന്ന സ്പ്രോക്കറ്റാണ്. ഇവിടെ നിന്ന് പവർ വീലിലോട്ട് എത്തിക്കാൻ വേണ്ടി 2 വീലറുകളിലും ബൈക്കുകളിൽ പൊതുവേ നമ്മൾ യൂസ് ചെയ്യുന്നത് ചെയിൻ സ്പ്രോക്കറ്റ് സിസ്റ്റം, അതായത് ചെയിനാണ്. ഇതാണ് സംഭവം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം ഇതിപ്പോൾ ഇത്ര എഞ്ചിനാണ്, ഇത് അതിൻ്റെ ഗിയർ ബോക്സിനകത്ത് വരുന്ന ഔട്ട്പുട്ട് ഷാഫ്റ്റ് ഇതാണ്. അവിടെ നിന്ന് മെയിൻ സ്പ്രോക്കറ്റിലോട്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ചെയിനെയാണ്.
അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ്, അതാണ് ഡ്രൈവിംഗ് സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞാൽ. ആദ്യം ഗിയർ ബോക്സിൻ്റെ അവിടെ നിന്ന് വെളിയിൽ വന്ന് നിൽക്കുന്ന സ്പ്രോക്കറ്റ്, അതായിരിക്കും കുഞ്ഞ് സ്പ്രോക്കറ്റ്, ഡയമീറ്ററിൽ ചെറുത്. റെയർ സ്പ്രോക്കറ്റ്, അതായത് ഡ്രിവൻ സ്പ്രോക്കറ്റ്, ഇത് വരുന്ന എവിടെയെന്ന് പറഞ്ഞാൽ വീലിൻ്റെ സെൻട്രൽ ആക്സിലിൽ കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, ആക്സിലിൽ ഡയറക്റ്റ് അല്ല, വീലിൻ്റെ സെൻട്രലായിരിക്കും ഇതുണ്ടാവുക. ഇനി റോളർ ചെയിൻ, അതാണ് ചെയിൻ. ഇനി ചെയിൻ അഡ്ജസ്റ്റ്മെൻറ്റ്, അത് എല്ലാ വണ്ടികളിലും കാണത്തില്ല. ചില മോഡലുകളിൽ ഈ ചെയിന് ഇങ്ങനെ ഒരുപാടങ്ങ് ഇതായിപ്പോൾ, ഒരുപാടങ്ങ് ചെയിന് സ്ലാക്ക് ആയിപ്പോയി കഴിഞ്ഞാൽ അതിനെ ടൈറ്റൻ ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചിലതിൽ കാണും, എല്ലാ മോഡലുകളിലും കാണത്തില്ല. ഇനി ടൈപ്പ് ഓഫ് ചെയിൻ, ഇത് 2 ടൈപ്പാണുള്ളത്. നമ്മൾ സാധാരണ കാണുന്നത് റോളർ ചെയിനും, പിന്നെ അതല്ലാതെ ഓറിങ് ചെയിൻ എന്ന് പറയും. ഓറിങ് ചെയിൻ അത് നമ്മൾ ഈ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യാസം. നമ്മുടെ സാധാരണ ചെയിനാണെങ്കിൽ നമ്മുടെ സാധാരണ ബൈക്കുകളിലൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയിൻ ലൂബ് ചെയ്യണമല്ലോ. പക്ഷേ ഈ ഓറിങ് ചെയിൻ ആണെങ്കിൽ അതിനകത്ത് ചെയിൻ ലൂബ് വേണ്ട. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ ഇൻബിൽറ്റായിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്ത് വരുന്ന ഒരു ഗ്രീസ് ഇതിനകത്ത് കാണും. ആ ഗ്രീസ് സീൽ ചെയ്തിടയ്ക്കായിരിക്കും ഉണ്ടായിരുന്നത്. അത് ഒരു കാരണവശാലും അത് വെളിയിൽ പോകത്തില്ല. അതിനകത്തൂടെ ഈ പറയുന്ന വെളിയിലുള്ള ഡസ്റ്റും ഡേർട്ടും ഒന്നും അതിനകത്ത് കയറത്തില്ല. അതിനകത്ത് റബ്ബർ ഓറിങ്സ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്തേക്കും. ആ റബ്ബർ ഓറിങ് ഉള്ളിടത്തോളം വെളിയിൽ നിന്നുള്ള പൊടി പടലങ്ങൾ അകത്തും വരത്തില്ല, അകത്തുള്ള ഗ്രീസ് പുറത്തും പോകത്തില്ല. അപ്പോൾ അതിനെ നമ്മൾ ചെയിൻ ലൂബ് നമ്മൾ തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ഏതിന്? ഈ ഓറിങ് ചെയിൻ നമ്മൾ ഈ സാധാരണ മോഡേൺ ബൈക്കിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ്. ഇതാണ് നമ്മുടെ റോളർ ചെയിൻ. ഇതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത്. കണ്ടേ, ഈ ചെയിൻ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ കണ്ണികളായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഓരോന്നിനകത്ത് ഇങ്ങനെ റോളേഴ്സ് കാണും. ഓക്കെ, ഈ റോളേഴ്സ് ഈ സൈഡിൽ അതിൻ്റെ പിന്നെ ഒരു ചെറിയ ലോക്കിംഗ് മെക്കാനിസം ഒക്കെ കാണും. അപ്പോൾ ഇതെന്ത് പറഞ്ഞാൽ ഈ റോളറാണ് ഇവിടെ ആക്ച്വലി ഇങ്ങനെ അതിൽ കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രിക്ഷൻ കുറയ്ക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ദേ ട്രാൻസ്മിറ്റ് മെക്കാനിക്കൽ പവർ ഫ്രം വൺ സ്പ്രോക്കറ്റ് ടു അനദർ, കോമൺലി ഫൗണ്ട് ഇൻ മോട്ടോർ സൈക്കിൾ ഡ്രൈവ്സ് ആൻഡ് എൻജിൻ ടൈം. അതായത് അതും ഉണ്ട്. ഇപ്പോൾ എൻജിൻ്റെ ടൈമിംഗ് ബെൽറ്റ് നിങ്ങൾ നോക്കിയാൽ, ടൈം ബെൽറ്റ് അല്ല, ടൈമിംഗ് ചെയിൻ. അപ്പോൾ ടൈമിംഗ് ചെയിൻ ആരെയൊക്കെയാണ് കണക്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, ടൈമിംഗ് ചെയിൻ കണക്ട് ചെയ്യുന്നത് ക്യാം ഷാഫ്റ്റിനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയാണ്. ക്യാം ഷാഫ്റ്റിനെയും ക്രാങ്ക് ഷാഫ്റ്റിനെയും നോക്കിയാൽ ഇതാരായിരിക്കും? ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ പുള്ളിയോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയിനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്പ്രോക്കറ്റ്. ഇത് ക്യാം ഷാഫ്റ്റ് ആയിരിക്കും. ക്യാം ഷാഫ്റ്റ്. ഇതിൽ ആർക്കാണ് ഡയമീറ്റർ കൂടുന്നതെന്ന് പറഞ്ഞാൽ, ക്യാം ഷാഫ്റ്റിന് ഡയമീറ്റർ കൂടുതലുമായിരിക്കും. ക്യാം ഷാഫ്റ്റിനല്ല, ക്യാം ഷാഫ്റ്റിൽ വരുന്ന സ്പ്രോക്കറ്റിന് ഡയമീറ്റർ കൂടുതലുമായിരിക്കും. ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്ന ഡയമീറ്റർ കുറവായിരിക്കും. ഇതിനെ രണ്ടിനെയും കൂടെ ഇതിൽ സ്പ്രോക്കറ്റുമാണ് വരുന്നതെങ്കിൽ നമ്മളിത് കണക്ട് ചെയ്യുന്നത് ബൈ യൂസിങ് എ ചെയിൻ ആയിരിക്കും. ഓക്കെ, അതും ഈ പറയുന്ന റോളർ ചെയിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി അതല്ലാതെ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ എന്തൊക്കെ ഉപയോഗിക്കാം? ടൈമിംഗ് ബെൽറ്റ് യൂസ് ചെയ്യാം. ടൈമിംഗ് ബെൽറ്റ് ഇപ്പോൾ സാധാ ബെൽറ്റ് കണക്കല്ല, അതിൽ ബെൽറ്റിനകത്ത് തന്നെ അതിങ്ങനെ പ്രൊജക്ഷൻസ് കാണും. അങ്ങനത്തെ ബെൽറ്റാണ് ടൈമിംഗ് ബെൽറ്റ്. ആ ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ അത് 0 സ്ലിപ്പ് എൻഷുർ ചെയ്യുന്ന സാധനമാണ്. അതാണ് അതിൻ്റെ ഉപയോഗം. ഇനി അതല്ല, നമ്മൾ പഴയ ബുള്ളറ്റിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൈമിംഗ് ഗിയേഴ്സ് ആയിരിക്കും. ഗിയർ വെച്ചിട്ടായിരിക്കും ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ എന്ത് വെച്ച് കണക്ട് ചെയ്താലും ഇത് തമ്മിലൊരു റേഷ്യോ ഉണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു, നമ്മളത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിനകത്ത് വരുന്നതല്ല എങ്കിലും അത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാണ്. അതായത് നമ്മൾ ഇത് കറങ്ങുന്നതിൻ്റെ റേഷ്യോ 1:2 ആയിരിക്കും. 1:2 എന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് 2 തവണ കറങ്ങുമ്പം ക്യാം ഷാഫ്റ്റ് 1 തവണയെ കറങ്ങാവുള്ളൂ. അതായത് ക്യാം ഷാഫ്റ്റ് 1 തവണയെ കറങ്ങാവുള്ളൂ. അതുകൊണ്ടാണ് ക്രാങ്കിൽ നമ്മൾ ഡയമീറ്റർ കുറഞ്ഞ സ്പ്രോക്കറ്റും ക്യാമിൽ ഡയമീറ്റർ കൂടിയ സ്പ്രോക്കറ്റും വെക്കുന്നത്. ഓക്കെ, ശരി. ദേ ആർ ഹൈലി എഫിഷ്യൻറ്റ്. അപ്പോൾ ഇത് നമ്മുടെ ഈ റോളർ ചെയിൻ നല്ല എഫിഷ്യൻ്റ് ആണ്. 98% എഫിഷ്യൻസി ഉണ്ട്. ബിക്കോസ് റോളേഴ്സ് റെഡ്യൂസ് ഫ്രിക്ഷൻ അതായത് ഇതിനകത്ത് ഉപയോഗിക്കുന്ന റോളർ ഫ്രിക്ഷൻ കുറയ്ക്കും. ഓക്കെ, അതിനകത്ത് ഒരു 98% വരെ എഫിഷ്യൻസി കൂടിയ സാധനമാണിത്. ദേ റിക്വയർ റെഗുലർ ലൂബ്രിക്കേഷൻ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണ്? ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയിൻ ലൂബ് ചെയ്തില്ലേ ബൈക്കിൽ, അങ്ങനെ ചെയിൻ ലൂബ് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ്മെൻറ്റും വേണം ടു പ്രിവെൻറ്റ് ചെയിൻ സ്ട്രെച്ച് ആൻഡ് പ്രീമച്ചർ വെയർ. അതായത് ഒരുപാട് പെട്ടെന്ന് അത് തേഞ്ഞ് തീരാതിരിക്കാനും അത് ടെൻഷൻ നിലനിർത്താനും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലൂബ്രിക്കേഷൻ കൊടുക്കണം. അതായത് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ വേണം. എങ്കിലേ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ചെയിൻ ഡ്രൈവിനെ പ്രോപ്പർ മെയിൻ്റനൻസിലൂടെ കൊണ്ടുപോയി പ്രശ്നമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റത്തുള്ളൂ. ഇതാണ് നമുക്കറിയാം. ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓറിങ് ചെയിൻ. ഇത് കമ്പനി സീൽഡായിട്ട് വരുന്ന സാധനമാണ്. കമ്പനി വരുമ്പോൾ തന്നെ സീൽഡായിട്ട് ഇതിനകത്തൊരു ഓറിങ് പ്രൊവൈഡ് ചെയ്ത് ഇതിനകത്ത് സം ഗ്രീസ് കമ്പനിക്കാരൻ വെച്ച് വരുന്നതാണ്. ആ ഗ്രീസ് തന്നെയാണ് ഇതിന് അവസാനം വരെയും ഇതിനകത്ത് ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത്. ആ ഓറിങ്ങും റബ്ബർ ഓറിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് വെളിയിൽ നിന്ന് പൊടി അകത്ത് കയറുകയോ അകത്തുള്ള ഗ്രീസ് പുറത്തു പോവുകയോ ചെയ്യത്തില്ല. അപ്പോൾ ഇത് കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോഴുള്ള പുതിയ ബൈക്കുകളിലൊക്കെ നമുക്ക് ഇത് കാണാം. ഓക്കെ, ദേ ഫീച്ചർ സ്മാൾ റബ്ബർ ഓറിങ്സ് ബിറ്റ്വീൻ ദ ഇന്നർ ആൻഡ് ഔട്ടർ ലിങ്ക് പ്ലേറ്റ്സ്.
അതിപ്പം ഇതിനകത്ത് ഇതിൻ്റെ ഇടയിൽ ഒരു റബ്ബർ ഓറിങ് കാണും. ആ ഓറിങ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഗ്രീസിനെ പുറത്ത് വരാൻ അനുവദിക്കത്തില്ല. അതാണ് ദാറ്റ് സീൽസ് ഫാക്ടറി അപ്ലൈഡ് ഗ്രീസ്. അതാണ് പറയുന്നത്. ഫാക്ടറി അപ്ലൈഡ് ഗ്രീസ് എന്ന് പറഞ്ഞാൽ ഇത് കമ്പനിക്കാരൻ ഉണ്ടാക്കി വരുമ്പോൾ അതിനകത്ത് സെറ്റ് ചെയ്ത് വരുന്ന ഗ്രീസാണ്. ഇൻസൈഡ് ദ പിൻ ആൻഡ് ബുഷിങ് ഏരിയ, പിന്നും ബുഷും വരുന്ന ആ ഏരിയയിൽ ഈ ഗ്രീസ് പ്രൊവൈഡ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ഫ്രിക്ഷൻ കുറയ്ക്കും. ബിക്കോസ് ദ ലൂബ്രിക്കൻ്റ് ഈസ് സീൽഡ് ഇൻ ആൻഡ് ഡേർട്ട് ഈസ് കെപ്റ്റ് ഔട്ട്, ദേ ലാസ്റ്റ് മച്ച് ലോങ്ങർ ദാൻ സ്റ്റാൻഡേർഡ് റോളർ. നമ്മൾ സാധാരണ റോളർ ചെയ്യുന്ന അപേക്ഷിച്ച് ഒരുപാട് നാൾ നിലനിൽക്കും. കാര്യം ഇത് അകത്തുള്ള ഗ്രീസ് പുറത്ത് പോകത്തുമില്ല, പുറത്തുനിന്നുള്ള പൊടിപടലങ്ങൾ അകത്ത് വരത്തുമില്ല. ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമോ സാധനം, ഓറിങ് ഇതാ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തേക്കും. ഓക്കെ, സാധാരണ ചെയിൻ ഇങ്ങനെ ഇരിക്കും, ഇതിനകത്ത് ഇടയിൽ ഒരു ഓറിങ്ങും കാണും. അതാണ് വ്യത്യാസം. ഇപ്പോൾ ചെയിൻ ഡ്രൈവിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് നോക്കാം. സിമ്പിൾ കൺസ്ട്രക്ഷൻ ആണ്, എഫിഷ്യൻസി കൂടുതലാണ്, ക്യാൻ ട്രാൻസ്മിറ്റ് പവർ ഓവർ ലോങ്ങർ ഡിസ്റ്റൻസ്. എന്ന് വെച്ചാൽ രണ്ട് ഷാഫ്റ്റ് തമ്മിലുള്ള നീളം കൂടുതലാണ്. ഇപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഷാഫ്റ്റ് തമ്മിലുള്ള നീളം വളരെ കൂടുതൽ. അതായത് ബാക്ക് വീല് കുറേ ദൂരം ബാക്കിലോട്ട് നിൽക്കുന്നു, പക്ഷേ നമ്മുടെ മെയിൻ സ്പ്രോക്കറ്റ്, ഗിയർ ബോക്സ് നിന്ന് വരുന്ന സ്പ്രോക്കറ്റ് തമ്മിലുള്ള അകലം ഏകദേശം ഇത്രയെങ്കിലും ഇല്ലേ. അപ്പോൾ ആ അകലമൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ചെയിൻ ഡ്രൈവിനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. ഈസി മെയിൻ്റനൻസ് ആൻഡ് റീപ്ലേസ്മെൻറ്റ്, അതും കറക്റ്റാണ്. നമ്മൾ ആ ഗിയർ ഡ്രൈവിനെയൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ്റനൻസ് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, ലോ കോസ്റ്റും കുറവാണ് ഗിയർ ഡ്രൈവിനെ വെച്ച് നോക്കുമ്പോഴാണ് പറയുന്നത്. ഡിസഡ്വാൻറ്റേജസ്: റിക്വയർസ് ഫ്രീക്വൻറ്റ് ലൂബ്രിക്കേഷൻ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയിൻ ലൂബ് ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. ഓക്കെ, വെയർ ആൻഡ് എലോങ്ങേഷൻ ഓഫ് ദ ചെയിനിൽ തേയ്മാനം ഉണ്ടാവും. അതിൻ്റെ തേയ്മാനം അനുസരിച്ച് ഈ ചെയിനിൻ്റെ നീളം ഇങ്ങനെ കൂടി വരും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബൈക്കിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ബാക്ക് വീൽ നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ബാക്ക് വീലിൻ്റെ മെയിൻ ആക്സിലിനട്ട് നിങ്ങൾ ലൂസ് ചെയ്തിട്ട് ബാക്കിലൊരു രണ്ട് അപ്പുറവും എന്താണ് രണ്ട് ചെറിയ 8-ൻ്റെയോ 10-ൻ്റെയോ നട്ട് കാണും. അതിങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ചെയിൻ ഇങ്ങനെ ടൈറ്റായി വരും. നോയ്സി ഓപ്പറേഷൻ കുറച്ച് നോയ്സിയാണ്. ലെസ് ലൈഫ് കമ്പയർ ടു ഗിയർ ഡ്രൈവിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ലൈഫ് കുറവാണ്. അത് കറക്റ്റാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഒരു വണ്ടി എടുത്ത് നമ്മൾ 1,00,000 കിലോമീറ്റർ അല്ലെങ്കിൽ 1,50,000 കിലോമീറ്റർ ബൈക്ക് ഓടിച്ചാലും ഇതിൻ്റെ ഈ അകത്തുള്ള ഗിയർ ഡ്രൈവിനൊരു പ്രശ്നം വരത്തില്ല, പക്ഷേ ഈ ചെയിൻ തേയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലുള്ള ഒരു കമ്പാരിസനാണ് ഗിയർ ഡ്രൈവിൻ്റെയും ചെയിൻ ഡ്രൈവിൻ്റെയും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അത് ചിലപ്പം ചില കേസിൽ ചോദിച്ചാൽ ചാൻസ് ഉള്ള സംഭവമാണ്. ഓക്കെ, ടൈപ്പ് ഓഫ് കോണ്ടാക്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗിയർ ടീത്താണ് കോണ്ടാക്റ്റിൽ വരുന്നത്. ഇതിനകത്ത് നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് വേണം, നമുക്കറിയാവുന്ന കാര്യമാണ്. അടുത്തത് ലൊക്കേഷൻ. പ്രൈമറിലി നമ്മൾ വണ്ടി ഗിയർ ഇവിടെയാണ് വരുന്നത്. ഇവിടെ 2 വീലറിൻ്റെ കേസിൽ ഗിയർ ബോക്സിനകത്താണ് വരുന്നത്. ഇത് ഫൈനൽ ഡ്രൈവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് ചെയിൻ ഡ്രൈവ്. ഇനി എഫിഷ്യൻസി, ഗിയർ ഡ്രൈവിന് ഭയങ്കര എഫിഷ്യൻസി കൂടുതലാണ്. ഇതിന് ഹൈ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും, 100% ഒന്നും പറയാൻ പറ്റത്തില്ല ചെയിൻ ഡ്രൈവിൻ്റെ കേസിൽ. മെയിൻ്റനൻസ്, ഗിയർ ഡ്രൈവിന് മെയിൻ്റനൻസ് വളരെ കുറവാണ്. ഇതിന് കമ്പാരിറ്റീവ്ലി മോറാണ് ചെയിൻ ഡ്രൈവിന്. നോയ്സ് ലെസ് നോയ്സ് എന്ന് പറയുന്നത് ആർക്കാണ്? ഹെലിക്കലിനാണ്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട സ്പർ ഗിയറിന് നോയ്സ് ഉള്ളതാണ്, ഇതിന് മോർ നോയ്സ്. ഓക്കെ, കോസ്റ്റ് ആർക്ക്? ഹൈ. ഗിയർ ഡ്രൈവിന് ഹൈയും അതിന് ലോയുമാണ് ചെയിൻ ഡ്രൈവിന്. ഇനി ഡിസ്റ്റൻസ് ഉപയോഗിക്കാൻ പറ്റുന്നത്, ഇത് അടുത്തടുത്തിരിക്കുന്ന രണ്ട് ഷാഫ്റ്റിനെ കണക്ട് ചെയ്യാനാണ് അല്ലെങ്കിൽ പവർ ട്രാൻസ്മിഷൻ നടത്താനാണ് നമ്മൾ ഗിയർ ഡ്രൈവ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ദൂരെയുള്ള രണ്ട് ഷാഫ്റ്റിനെ പവർ ട്രാൻസ്മിഷൻ നടത്താനാണ് നമ്മൾ ചെയിൻ ഡ്രൈവ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു 10 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ സെലക്ടർ മെക്കാനിസം, ഇഫ് റോഡ് 2 ഈസ് റിമൂവ്ഡ്, വാട്ട് ഹാപ്പൻസ് ടു റോഡ് 1 ആൻഡ് 3? ഇതാണ് നമ്മൾ ആ ഗിയറിൻ്റെ സെലക്ടർ മെക്കാനിസത്തിൽ പറഞ്ഞ കാര്യമാണ്. നിങ്ങൾ റോഡ് 2 ഈസ് മൂവ്ഡ്, റോഡ് 2 മൂവ് ചെയ്യുന്ന സമയത്ത്, 3 റോഡുണ്ടെന്ന് നമുക്കറിയാം. ഓരോ റോഡും ഓരോ ഫോർക്കിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ റോഡ് 2 മൂവ് ചെയ്യുന്ന സമയത്ത് റോഡ് 1 റോഡ് 3ക്കും പറ്റുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. They move in the opposite direction, they are locked in the neutral position, they rotate, they engage reverse direction gear. അതായത് ഇത് ഏതെങ്കിലും ഒരു റോഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ബാക്കിയുള്ള റോഡ് അറസ്റ്റ് ചെയ്ത് നിർത്താനുള്ള സിസ്റ്റമാണ്. അതിന് സ്പ്രിംഗ് ലോഡഡ് ബോൾ സെറ്റപ്പ്, അതിൻ്റെ ഗ്രൂവ്സ് ഒക്കെ ഉണ്ട്, അത് നമുക്കറിയാം. ഏതെങ്കിലും ഒരു റോഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ബാക്കി 2 എണ്ണം ന്യൂട്രൽ പൊസിഷനിൽ ലോക്ക്ഡ് ആണ്. അതാണ് ഓപ്ഷൻ ബി ആണ്. അടുത്തത്, വിച്ച് കമ്പോണൻറ്റ് ഫിറ്റ്സ് ഇൻ ടു ദ ഗ്രൂവ്സ് ഓഫ് ദ ഗിയർ ബോക്സസ് ടു മൂവ് ദം? അതായത് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്ലീവ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതിനകത്തൊരു ഗ്രൂവ് ഇട്ടിട്ടുണ്ട്. അതിൽ ഏത് കമ്പോണൻറ്റ് വന്ന് കയറി ഇരുന്നിട്ടാണ് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി എൻഗേജ് ചെയ്യിക്കുന്നുള്ളതാണ് ചോദ്യം.
ഇൻ്റർലോക്കിംഗ് ബാളാണോ, സെലക്ടർ ഫോർക്കാണോ, റേഡിയൽ പിന്നാണോ, ലേ ഷാഫ്റ്റ് ആണോ? നമുക്കറിയാം ഫോർക്കാണ് ആ മൂവ്മെൻറ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ ആ ഫോർക്കാണ് ഇതിൻ്റെ ഇങ്ങനെ വന്ന് നമ്മുടെ സ്ലീവിൻ്റെ മേലിലിരിക്കുന്നത്. ആ സ്ലീവിനെയാണ് അവൻ ഗ്രൂസ് എന്ന് പറയുന്നത്. ആ സ്ലീവിലുള്ള ഗ്രൂസ് ഗിയർ ബോസസ് എന്ന് പറഞ്ഞേക്കുന്നത് സ്ലീവിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സെലക്ടർ ഫോർക്കാണ് നമ്മുടെ ആൻസർ. അടുത്തത്, വിച്ച് മൂവ്മെൻറ്റ് ഓഫ് ദ ഗിയർ ലിവർ ഈസ് യൂസ്ഡ് ടു സെലക്ട് ദ ഡിസൈഡ് ഫോർക്ക്? അതായത് ഗിയർ ലിവറിൻ്റെ ഏത് മൂവ്മെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഏത് ഫോർക്ക് ആണ് വേണമെന്ന് സെലക്ട് ചെയ്യുന്നത്. ഞാൻ നമ്മൾ ഇത് ന്യൂട്രൽ പൊസിഷൻ ആണെങ്കിൽ ഇങ്ങനെ ആക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങോട്ട് പോയി, അപ്പോൾ ഒരു ഫോർക്ക്. ഇങ്ങനെ മധ്യത്താണെങ്കിൽ അടുത്ത ഫോർക്ക്. ഈ പൊസിഷനിൽ കൊണ്ടുവന്ന് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ആക്കിയാൽ ഇങ്ങേറ്റത്തിരിക്കുന്ന ഫോർക്ക്. അപ്പോൾ ഏത് മൂവ്മെൻ്റ് ആണ്, അതിന് എന്ത് മൂവ്മെൻ്റ് എന്നാണ് നമ്മൾ പറയുന്നത്? ലോഞ്ചിറ്റ്യൂണൽ മോഷൻ ആണോ, സർക്കുലർ മോഷൻ ആണോ, ട്രാൻസ്വേഴ്സ് അല്ലെങ്കിൽ സൈഡ് ടു സൈഡ് മോഷൻ ആണോ, വെർട്ടിക്കൽ മോഷൻ ആണോ? ഫോർക്ക് സെലക്ട് ചെയ്യുന്നത് ട്രാൻസ്വേഴ്സ് ആണ്, അതായത് ഇങ്ങനെയുള്ള മൂവ്മെൻ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അടുത്തത് 4ാമത്തെ ക്വസ്റ്റ്യൻ, വൈ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആർ യൂസ്? 2 വീലറിൽ നമ്മൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2 വീലർ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ദേ ആർ ചീപ്പർ ടു ബിൽഡ്, അതായത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ പൈസ കുറവാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ടു അലോ ഫോർ കോമ്പാക്ട് ഡിസൈൻ ആൻഡ് ഫാസ്റ്റ് ഷിഫ്റ്റിംഗ്, അതായത് ഡിസൈനിനെ ചെറുതാക്കുക എന്നുള്ളത്, അതായത് നമ്മളിപ്പം സൈസ് കുറയ്ക്കാനും അതിനൊക്കെ തന്നെ പെട്ടെന്ന് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണോ? ടു പ്രിവെൻറ്റ് ദ യൂസ് ഓഫ് ഓയിൽ യൂസ് ചെയ്യേണ്ട എന്നുള്ളത്, അതിപ്പോൾ ഇതിനാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ, അപ്പോൾ അതെടുക്കാൻ പറ്റത്തില്ല. ടു എലിമിനേറ്റ് ദ നീഡ് ഫോർ എ ക്ലച്ച്, അതാണോ? അല്ല, ക്ലച്ചിൻ്റെ ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് ഉപയോഗിക്കും. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 2 വീലറിൽ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് സ്പേസ് ലിമിറ്റേഷൻ ഉണ്ട്. കാര്യം ഒരുപാട് സ്പേസ് ഒന്നും നമുക്കില്ല. ഉള്ള സ്പേസിൽ മാക്സിമം പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ ഈ പറഞ്ഞ പെട്ടെന്നുള്ള ഫാസ്റ്റ് ഷിഫ്റ്റിംഗ്. അപ്പം ഓപ്ഷൻ ബി ആണ് നമ്മൾ മനസ്സിലാക്കി. ഇപ്പം നിങ്ങൾ ക്ലച്ചിൻ്റെ കേസ് തന്നെ നമ്മൾ പഠിച്ചപ്പം ഈ 2 വീലറിൽ നമ്മൾ നമ്മുടെ മൾട്ടിപ്ലേറ്റ് ക്ലച്ച് വെക്കുന്നതിൻ്റെ മെയിൻ ഉപയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സൈസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ ബി ആണ്. വാട്ട് ആർ ദ 2 മെയിൻ കമ്പോണൻസ് ഓഫ് എ ചെയിൻ ഡ്രൈവ്? ചെയിൻ ഡ്രൈവിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻസ് എന്തൊക്കെയാണ്? ചെയിൻ ഡ്രൈവിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻസ് ബെൽറ്റ് ആൻഡ് പുള്ളിയാണോ, സ്പ്രോക്കറ്റ് ആൻഡ് റോളർ ചെയിൻ ആണോ, ഗിയേഴ്സ് ആൻഡ് ഷാഫ്റ്റ് ആണോ, ഹബ് ആൻഡ് സ്പോക്സ് ആണോ? നമുക്കറിയാം സ്പ്രോക്കറ്റ്സ് ആൻഡ് റോളർ ചെയിൻ ആണ് വരുന്നത്. ചെയിൻ സ്ലാക്ക് ഈസ് നെസസറി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെയിൻ സ്ലാക്ക് എന്ന് പറഞ്ഞാൽ ചെയിന് നമ്മൾ ഫുൾ ടൈറ്റായിട്ട് വെക്കാൻ പാടില്ല, ഒരു നെസസറി ആയിട്ട് ഇച്ചിരി ഒന്ന് സ്ലാക്കായിട്ടേ വെക്കാവുള്ളൂ. അതിൻ്റെ കാരണം എന്തിനാണ് ആ സ്ലാക്ക്നെസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ടു ലുക്സ് മോർ പ്രൊഫഷണൽ ലുക്ക് കിട്ടാൻ വേണ്ടിയാണെന്ന്. അടുത്ത, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പ്രോക്കറ്റ് ചേഞ്ചസ് അസ് എ സസ്പെൻഷൻ മൂവ്സ്, അതായത് നമ്മുടെ ഈ സസ്പെൻഷൻ ഇങ്ങനെ മേലോട്ട് താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പ്രോക്കറ്റ് ചേഞ്ച് ആവും, ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, അതായത് നമ്മുടെ സ്വിങ് ആം എന്ന് നമ്മൾ പറയും, ബാക്ക് റെയർ ആം. ആ ആം നമ്മളൊരു വണ്ടി ഒരു ഗട്ടറിൽ ഒരു ഹമ്പിലൊക്കെ കയറുന്ന സമയത്ത് ആം ഇങ്ങനെ മൂവ് ആവും. അപ്പോൾ ഇവിടെ ആയിരിക്കും ഷോക്ക് അബ്സോർവർ ഉണ്ടാവുക. അപ്പോൾ ഈ ആം മൂവ് ആവുക എന്ന് പറഞ്ഞാൽ ആ ചെയിനും ഇങ്ങനെ മൂവ് ആവും. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യാനാണോ? അതാണ് ആൻസർ. എന്നാലും ബാക്കി നമുക്ക് നോക്കണം. ഇറ്റ് പ്രിവെൻറ്റ്സ് ദ എൻജിൻ ഫ്രം ഓവർ ഹീറ്റിംഗ്, അല്ല. ഇറ്റ് അലൗസ് ദ ബൈക്ക് ടു ഗോ ഫാസ്റ്റർ, ഇത് രണ്ടുമല്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ബി ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്പ്രോക്കറ്റ് ചേഞ്ചസ് സസ്പെൻഷൻ മൂവ്സ്, അതായത് ഈ സിങ്ങാം ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡിസ്റ്റൻസിലുള്ള വേരിയേഷൻ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ലാക്നെസ് ചെയിനിന് കൊടുക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 7, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് കോൺസ്റ്റന്റ് മെഷ് ഗിയർ ബോക്സ് വെൻ കമ്പയറിംഗ് ടു സ്ലൈഡിംഗ് മെഷ് ടൈപ്പ് ഗിയർ ബോക്സ്? അതായത് കോൺസ്റ്റന്റ് മെഷിന് സ്ലൈഡിംഗ് മെഷിനെ അപേക്ഷിച്ചുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, കോൺസ്റ്റന്റ് ടോർക്ക് കോൺസ്റ്റന്റ് ആണെന്ന്. റെഡ്യൂസ്ഡ് വെയർ ഓഫ് ഡോഗ് ടീത്ത് കോൺസ്റ്റന്റ് മെഷിൽ. ഓക്കെ, ക്യാൻ അവോയ്ഡ് സ്പർ ഗിയർ, യൂസ് ഓഫ് ട്രാൻസ്മിഷൻ ഫ്ലൂയിഡ് ഒന്നും നമ്മൾ അത് ഇതിനകത്ത് അതല്ല എന്തായാലും. അപ്പോൾ നമ്മൾ സ്പർ ഗിയർ നമുക്ക് അവോയ്ഡ് ചെയ്യാം അതിൽ കോൺസ്റ്റന്റ് മെഷീനിൽ. കാര്യം സ്ലൈഡിംഗ് മെഷീനകത്ത് നമുക്ക് സ്പർ ഗിയറിനെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എടുക്കാവുന്ന ഒരു കാര്യമാണ്. അടുത്തത് പിന്നെ റെഡ്യൂസ്ഡ് വെയർ ഓഫ് ഡോഗ് ടീത്ത്. അപ്പോൾ കോൺസ്റ്റന്റ് മെഷീനകത്ത് ഡോഗ് ടീത്തിൻ്റെ വെയർ കൂടെ കുറവായിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് എടുക്കാൻ പറ്റുന്നത്. 2ഉം 3ഉം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി, റെഡ്യൂസ്ഡ് വെയർ ഓഫ് ഡോഗ് ടീത്തും ക്യാൻ അവോയ്ഡ് സ്പർ ഗിയർ, അതാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ.
ഓക്കെ, ഇത് ആൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.